2009 വായനയിലൂടെ പരിചയപ്പെടുകയും 2014 ഒരു പരിപാടിയിൽ വെച്ച് അടുത്ത് പരിചയപ്പെടുകയും പിന്നീട് വലിയ ഹൃദയബന്ധത്തിലേക്ക് ആ അടുപ്പ് എത്തിച്ചേരുകയും ചെയ്ത ആളാണ് ബെന്നിച്ചേട്ടൻ എന്ന ബെന്യാമിനെ ബഹുമാനപ്പെട്ട MLA സൂചിപ്പിച്ചതുപോലെ ഇവിടെ വേറൊരാൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യം ഇല്ല. കാരണം അത് മലയാള നോവലിനെ ഇതിഹാസമാക്കിയ ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തുക എന്ന അപാകം അതിലുണ്ടാവും എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് മുതിരുന്നില്ല. ഇവിടെ സമ്പാജി പറഞ്ഞ 3 കാര്യങ്ങൾ എന്നെ വല്ലാതെ ആകർഷിച്ചു. ആ 3 കാര്യങ്ങളും എന്തുകൊണ്ടാണ് ബെന്യാമിൻ വലിയൊരു എഴുത്തുകാരനായത് എന്നതിൻ്റെ ഉത്തരമാണ്. ഒന്നാമത്തത് അദ്ദേഹം പറഞ്ഞത്, എൻ്റെ അമ്മയ്ക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ എന്തിന് കവിത എഴുതണം. വലിയൊരു ആശയമുണ്ടതിൽ. അമ്മ എന്നത് നമ്മുടെ നാട്ടുഭാഷയാവാം, അമ്മ എന്നത് നമ്മുടെ നാടാവാം, നമുക്ക് പരിചയമുള്ളവരാകാം. ആ പരിചയക്കാരിൽ തന്നെ ധാരാളം അപരിചിതരുണ്ടാവാം. അവരിലൂടെയൊക്കെ സഞ്ചരിക്കുവാൻ എൻ്റെ സൃഷ്ടിക്കാവുന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെ സൃഷ്ടാവാകും എന്നതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. എന്തുകൊണ്ട് ബെന്യാമിൻ്റെ എഴുത്തുകൾ വായിക്കപ്പെടുന്നു എന്നതിനുള്ള ഉത്തരം ആ സ്റ്റേറ്റ്മെൻറ്റിലുണ്ട്. അത് ബെന്യാമിൻ നടന്നു നീങ്ങുന്ന വഴികളെ, അദ്ദേഹത്തിൻ്റെ എഴുത്തു വഴികളെ മറ്റുള്ളവർക്ക് സുപരിചിതത്വം ആർന്നതാക്കുന്നു എന്നതാണ് അതിന് കാര്യം. എത്ര അപരിചിതമായ വഴിയും എനിക്ക് സുപരിചിതമാകുന്നു എന്ന് തോന്നുന്ന തരത്തിലേക്ക് തൻ്റെ എഴുത്തു വഴികളെ കൊണ്ടുപോകുവാൻ ബെന്യാമിൻ എന്ന വലിയ എഴുത്തുകാരന് സാധിക്കുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞ കാര്യം, പണക്കാരൻ എങ്ങനെ പാവപ്പെട്ടവനെ മനസ്സിലാകുമെന്ന്. പട്ടിണി കിടക്കാത്തവൻ എങ്ങനെ പട്ടിണിക്കാരനെ മനസ്സിലാകുമെന്നത് ഒരിക്കൽ പോലും പട്ടിണി കിടന്നിട്ടില്ലാത്ത ബെന്യാമിൻ കൃത്യമായ പട്ടിണി രേഖപ്പെടുത്തുന്നതിലൂടെ ആടുജീവിതത്തിൽ മനസ്സിലാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ മനോഹരമായി അങ്ങനെ ആശയങ്ങളെ കൃത്യമായി മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് ആവഹിക്കുവാൻ കഴിവുള്ള വലിയ എഴുത്തുകാരൻ. ആ എഴുത്തുകാരനെ ഇന്ന് നമുക്കിവിടെ കിട്ടിയിരിക്കുകയാണ്. കുറച്ച് സമയം മാത്രമേ ഉള്ളൂ, അദ്ദേഹം വെളിയിലേക്ക് പോകേണ്ടതാണ്. സ്വാഭാവികം ആ സമയത്ത് നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ പറയുവാൻ കാണും. അദ്ദേഹത്തിന് നമ്മോട് എഴുത്തിൻ്റെ വഴികളെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ അദ്ദേഹത്തിനും പറയുവാൻ കാണും. അതിലൂടെ നമുക്ക് സഞ്ചരിക്കാം. അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്ത ഉള്ളിൽ കാത്തു സൂക്ഷിക്കുന്ന ആൾ വല്ലാതെ ഈശ്വരവിശ്വാസത്തിലൂടെ ആടുജീവിതത്തിൽ ഉൾപ്പെടെയുള്ള കൃതികളിൽ വല്ലാതെ ഈശ്വരവിശ്വാസത്തിലൂടെ കടന്നു പോകുന്ന ഒരു കാഴ്ച കാണാം. അതിൽ ബെന്യാമിൻ തന്നെ അതിൻ്റെ ആടുജീവിതത്തിൻ്റെ ആമുഖത്തിൽ അത് സൂചിപ്പിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ ആദ്യം നജീബിനെ പരിചയപ്പെടുമ്പോൾ അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം കമ്മ്യൂണിസത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അവിടെ എവിടെയോ ഒരു നൂൽബന്ധം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈശ്വരചിന്തയുമായി ചേർത്തു നിർത്തുവാൻ ആയപ്പോൾ ആ ഈശ്വരചിന്തയെ മുൻനിർത്തിക്കൊണ്ട് ആ ഈശ്വരചിന്തയാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതത്തെ, ബെന്യാമിൻ്റെ ജീവിതത്തെ അവതരിപ്പിക്കണമെന്ന് തോന്നൽ അദ്ദേഹത്തിനുണ്ടായി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ആ തോന്നലിൽ തന്നെ നമുക്ക് ചർച്ച ആരംഭിക്കാമെന്ന് തോന്നുന്നു. ഏറെ ബഹുമാന്യനായ ബെന്യാമിനോടുള്ള ചോദ്യം അതാണ്, എങ്ങനെയായിരുന്നു കമ്മ്യൂണിസ്റ്റായ നജീബിൻ്റെ വിശ്വാസത്തിലേക്കുള്ള ഒരു പരിണാമം, ഒരു പരിവർത്തനം, അതെങ്ങനെയാണ് ഒരു നോവലായി രൂപപ്പെട്ടത്? കേവലം നമ്മളെപ്പോഴോ ഒരുപക്ഷെ വിദേശത്ത് ജോലി ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. അവിടെ ധാരാളം മലയാളികൾ ഉൾപ്പെടെ ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് വരുന്ന ധാരാളം ആൾക്കാർ പട്ടിണി കിടക്കുന്നുണ്ട്, മരുഭൂമിയിൽ അലയുന്നുണ്ടെന്നൊക്കെ അറിയാവുന്ന കാര്യമായിരിക്കും. പക്ഷേ അതൊരു നൊമ്പരമായി നമ്മുടെ ഉള്ളിലേക്ക് എടുത്തു വയ്ക്കുകയും അത് ജീവിതത്തിൻ്റെ ഭാഗമായി, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം തെറ്റാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അദ്ദേഹം പറയുകയുണ്ടായി, നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാത്തതെല്ലാം നമുക്ക് കെട്ടുകഥയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഥയെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തിൻ്റെ എഴുത്തു വഴികളെ സംബന്ധിച്ചിടത്തോളം ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നാം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ പോലും നമ്മുടേതാണെന്ന തോന്നലുണ്ടാക്കുവാൻ അദ്ദേഹത്തിൻ്റെ എഴുത്തിന് കഴിയുന്നുണ്ട്. അദ്ദേഹം അങ്ങനെയാണ് അതിൽ ജീവിതത്തെ ആവിഷ്കരിച്ചു വയ്ക്കുന്നത്. ആ ജീവിതാവിഷ്കാരത്തിലേക്ക് എങ്ങനെയാണ്, നജീബിൻ്റെ ജീവിതാവിഷ്കാരത്തിലേക്ക് എങ്ങനെയാണ്, ധാരാളം സന്ദർഭങ്ങൾ അതിലുണ്ട്. ആ സന്ദർഭങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നജീബിൻ്റെ ജീവിത അനുഭവങ്ങളിലേക്ക് എങ്ങനെയാണ് ദൈവം ആവഹിക്കപ്പെട്ടത് എന്ന ചിന്തയോടുകൂടി നമുക്ക് ഈ ഒരു സെഷൻ ആരംഭിക്കാമെന്ന് തോന്നുന്നു. പ്രിയങ്കരനായ ബെന്യാമിനെ ക്ഷണിക്കുന്നു. അതിനു മുമ്പ് ഈ നമ്മുടെ മലയാളികളല്ലാത്ത ഗസ്റ്റിനും OS പറഞ്ഞതൊന്ന് മനസ്സിലാക്കാൻ
രശ്മി ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രാൻസ്ലേറ്റ്. ഇല്ല, ഞാൻ ഇവിടെ നിന്ന് ട്രാൻസ്ലേറ്റ്. രശ്മി സതീഷ് വളരെ വലിയ ഗായികയാണ്, നാടൻ പാട്ടുകാരിയാണ്. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, വളരെ പ്രശസ്തമായ ഒരു ഗാനത്തിലൂടെ മലയാളികൾക്കാകെ പരിചയം ആർജിച്ച് അതിലൂടെ പിന്നീട് ധാരാളം പാട്ടുകളൊക്കെ പാടുകയും ചെയ്ത വനിതയാണ്. ആ പാട്ട് എന്തായിരുന്നു? ആ പാട്ട് തുടങ്ങുന്നത് ബാലേന്ദ്ര അല്ല, ഫസ്റ്റ് പാട്ട് ആ തെരുവിൽ നിന്ന് പാടി ഒരു ഒറ്റ വരി, ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന് തുടങ്ങുന്ന ഗാനത്തോടുകൂടി മലയാളത്തിലേക്ക് ഇറങ്ങി വന്ന വലിയ ഗായികയാണ് രശ്മി സതീഷ്. Actually, like, I'm not a good translator. I'll try to translate for the non-Malayali friends here. He was like actually starting from the points which Sir was like nodding about, like how one can, like, who is not like rich, who is not like poor can talk about their poverty. Who one who is not poor can talk about or sing about their poverty and all those things. And he was like starting with a question to Mr. Benjamin Sir by asking about his like novel Adi Jeevitham, in which Najib was the main character and he's a communist protagonist, and how in some points he's like connecting his thoughts with his spirituality. So he was like actually how the communist Najib is connecting. See, the question is very complicated actually. The question is how I connected the communism and the spirituality together. The thing is not like that. Actually, someone speaking about communism, that doesn't means he is not a spiritual person at all. He is, both are related. I think we are so familiar with in 80s there are so many issues was there, and there are so many dialogues was going on in between communism and the church. What was that communist process was called? Achha, you remember that in 80s? I just forget that name. That is used in communist Varshangala and all. We are used I just forget that. There are so many talks were being conducted in those periods, because spirituality is not far away from the communism, and they are Vimodara Devasas, the liberation theory, liberation theology. That is so much discussed in my novel itself, but I forget in all of a sudden. So what I think that any person who is living in an earth should have some faith. That faith does not mean that it is faith in God or faith in religion or something, but every person should have some faith, maybe some ideological faith, maybe some spiritual faith. Someone should have some religious faith or something. This is what I mentioned in the novel, that the person who went in the desert and who suffered and who live in a desert with loneliness for long years, maybe more than 2.5 years in a desert, in a lonely place, how he can survive without a faith? If he should not have a faith, he may commit suicide next day. So this is what I want to input in the Najib character. I don't know whether Najib is a communist or a person or not. Someone who talk about communism means he is not a communist at all. that is a totally different thing. See, communist is something different. So what I thought, that Najib should have some faith in his mind, otherwise he cannot survive at all. This is what I put it in the novel. And the spirituality came in my mind is from the childhood onwards. I experienced communism by my family itself, because my parents were communist and my grandparents were so close with communist theology and all. But at the same time, they were church people also.
we read Bible in my home. We went to church every day. We fight for church. So every day. So this is something complicated and conflict is there. So both are in my mind. Communist ideology was there in my mind, and also the theology, Christian theology also in my mind. So I think that it is not different at all for a person who living in a common society. We accept both, and simply the thing that every person should have a faith in their mind with someone or some ideology or something else. Otherwise, we cannot survive. That's why that is the answer. Thank you. വളരെ മനോഹരമായ ഉത്തരം. അത് ഒപ്പം വീണ്ടും സംശയം ജനിപ്പിക്കുന്നു ആ ഉത്തരം. ചില നമ്മളുടെ വിശ്വാസങ്ങൾ, ഈ വിശ്വാസങ്ങൾ നമ്മളെ നയിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു ഐഡിയോളജി, അതായത് കമ്മ്യൂണിസം എന്ന് പറയുന്ന ഐഡിയോളജി സമത്വമാണല്ലോ, സമത്വസുന്ദരമായ കിനാശേരിയാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സമത്വം എന്ന് പറയുന്നതിൽ ഒരുപക്ഷെ ആടുജീവിതത്തെക്കാൾ മനോഹരമായ കൃതികൾ എഴുതപ്പെട്ടിട്ടും ഇതേ കഥാകാരനിൽ തന്നെ മലയാളിക്ക് കിട്ടിയിട്ടും എന്തുകൊണ്ട് ആടുജീവിതം മാത്രം ആഘോഷിക്കപ്പെടുകയും മാന്തളിരും മഞ്ഞവയിലുമൊക്കെ അത്രമാത്രം മലയാളി സ്വീകരിച്ചു. എഴുത്തുവഴികളിൽ തീർച്ചയായും സ്വീകരിക്കപ്പെട്ട കൃതികളാണെല്ലാം അദ്ദേഹത്തിൻ്റെ. പക്ഷേ ആടുജീവിതം ഒരു മഹോത്സവമാകുമ്പോൾ മറ്റേതൊക്കെ ചെറിയ ചെറിയ ഉത്സവങ്ങളായി മാത്രം പരിമിതപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഈ ആൾക്കാരിതെങ്ങനെയാണ് ഈ എഴുത്തിനെ സ്വീകരിക്കുന്നത്? മലയാളികളുടെ പൊതുവായ ടേസ്റ്റ് എന്താണ്? വലിയൊരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഒരു പക്ഷേ 2008 മുതൽ ഇങ്ങോട്ടുള്ള എഴുത്തിൻ്റെ ആഘോഷ വഴികളെ കൃത്യമായി ഉൾക്കൊണ്ട് അതിൻ്റെ ഒന്നും പളപളപ്പുകളിൽ വീഴാതെ ഓരം ചേർന്ന് നടന്ന് ഇപ്പോൾ വന്നപ്പോഴും ഏറ്റവും പുറകിലിരിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന തരത്തിൽ മുമ്പോട്ട് പോകുന്ന ഒരു എഴുത്തുകാരൻ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഒരേ ഗ്രന്ഥകർത്താവിൽ നിന്ന് തന്നെ ഒന്നിലധികം കൃതികൾ വെളിയിലേക്ക് വരികയും ആ കൃതികളൊക്കെ ഉത്തമങ്ങളായി നിൽക്കുകയും ചെയ്യുമ്പോഴും ഏതെങ്കിലും ചിലതു മാത്രം പൊതുസമൂഹം ഏറ്റെടുക്കപ്പെടുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവരുദ്ദേശിക്കുന്ന, അവർക്കിഷ്ടമുള്ള, ഇപ്പോൾ അത് ഞാനത് പറയാൻ കാരണം ആടുജീവിതം സർവ്വ സിദ്ധാന്തങ്ങളെയും തിരുത്തി എഴുതിയ ഒരു മലയാളത്തിലെ സർവ്വ വായനാ സിദ്ധാന്തങ്ങളെയും തിരുത്തി എഴുതിയ പുസ്തകമാണ്. ആഴത്തിൽ വായിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെയും പരപ്പിൽ വായിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെയും സരളമായി വായിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ എല്ലാവരും ഒരേപോലെ തൃപ്തിപ്പെടുത്തിയ ഒരു പുസ്തകമാണ് ആടുജീവിതം. എല്ലാവരും ഒരേപോലെ അതിൻ്റെ റിവ്യൂ എഴുതിയിരിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചറിയാം. എല്ലാ ടേസ്റ്റുള്ള ആൾക്കാരും അതിന് റിവ്യൂ എഴുതിയിട്ടുണ്ട്. എല്ലാവരും ഉത്തമം എന്നെഴുതി, ഏറ്റവും മനോഹരം എന്നെഴുതിയ ഒരു കൃതി അതേപോലെ അതേ ഗ്രന്ഥകാരൻ്റെ പേനയിൽ തന്നെ പുതിയ കൃതികൾ വന്നപ്പോൾ അത്രമാത്രം എന്തുകൊണ്ട് സ്വീകരിക്കപ്പെടുന്നില്ല എന്നത് ഒരു സ്വാഭാവികമായ സംശയം. എവിടെയാണ് രചനയിലുള്ള വ്യത്യാസം അനുഭവപ്പെട്ടത്? എവിടെയാണ് സ്വീകാര്യതയിലുള്ള വ്യത്യാസം ഗ്രന്ഥകാരൻ എന്നുള്ള നിലയിൽ അനുഭവിച്ചറിയുന്നത്? Yeah, this is the second question. He has written a lot of novels other than Adijeevitham. Why Adijeevitham becomes the most discussed one and the acceptable one for all kind of readers, like those who read it differently, like theoretically in different views and all. But Adijeevitham has a different kinds of people, readers who enjoys it. Why it becomes so discussing one? Another complicated question. Even I know why Adijeevitham is discussing this much. I should write the same pattern of novel for every time, and everything should be very super reading novels. But the thing is that each writer, every writer is facing such a phenomena in whole world. While we are thinking about Gabriel Garcia Marquez, he wrote how many novels, how many books. Still, while we are thinking about him, only 100 years of solitude. I was thinking that while I am coming here, from past 15 years, I am telling about the whole world, Adijeevitham again and again. Then I realized that Marquez was telling about his novel about 40 years. Everywhere, wherever he go, the question will rise from 100 years of solitude.
think about M. Mukundan. How many novels he wrote? He's about 80 now. Still in Mayadipadayude Theerangal, Mayadipadayude Theerangal. O.V. Vijayan means Kasakinte Idihasam. This is one time maybe a fate of a writer. At the same time, it is something good also for the writer. Whenever you recognize how many books we are reading, how many writers, we met the writers in every day, but when you are seeing someone, something will rise from your head. Oh, this is Adujeevitham. You are connecting with Benjamin and Adujeevitham, the writer of Adujeevitham. Then the next day or next time he will recognize other novels or remember other novels maybe. But this is the initial connection. This is very good for a writer. This is the first thing I thought. The other thing, we cannot say that every person should read every novel. This is because each novel is addressing something new issues and addressing the new society. I am not in a same pattern writer. Adujeevitham is in one pattern and other novels are in some other pattern. Everyone's taste is something different. So I cannot tell everybody that you should accept all the novels from my side. So, but because the Adujeevitham is accepted because it is relating to the many people across the society. First of all, it is telling about the story of a Gulf person. Each house in Kerala has a connection with the Gulf, so they can connect the person, the character to someone very near or very close to the family. That is the initial thing to why the Adujeevitham is a much read novel. Second thing, it is the story is telling about the alienation. Wherever you go, you should address some alienation, you should face some problems in your own place. Maybe you are working in an IT place, maybe you are working in a public space, maybe you are working in a office, but the alienation is there. So they can relate the subject with their own condition. Third one, I think it is because it should, the novel is addressing the faith. The thing last we discussed with the last question. What is the faith and people's faith? So all these things are very related to any reader. Okay. Okay, പറയാ. Switching the language is very difficult for me. Yeah, once I think same thing, somebody asked me to speak in Malayalam, then I cannot switch from English to Malayalam. Once I switch to Malayalam, then it is very difficult to switch to English also. അത് വളരെ പ്രശ്നം, എൻ്റെ ബ്രെയിൻ അത് വല്ലാത്ത ഒരു പ്രശ്നമാണ്. ഒരിക്കലൊരു പരിപാടിക്ക് പോയിട്ട് ഇതുപോലെ ട്രാൻസ്ലേറ്റർ എൻ്റെ കൂടെ ഉണ്ട്. എന്നിട്ട് എന്നോട് എന്തെങ്കിലും മലയാളത്തിൽ സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ എങ്ങനെയോ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങിയിട്ട് എനിക്ക് പിന്നെ മലയാളത്തിലേക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഈ സ്വിച്ച് ലാംഗ്വേജിൽ എനിക്ക് ഭയങ്കര പ്രശ്നമുള്ള ആളാണ്. എനിക്കറിയില്ല ഞാൻ എങ്ങനെ എഴുത്തുകാരനായിരുന്നു. എനിക്ക് മറ്റു ഭാഷകൾ പഠിക്കാൻ, ലേണിംഗ് അതർ ലാംഗ്വേജ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ മീ. I was in Gulf for almost 21 years. I don't know Arabic at all. This is അത് കന്നഡ. See, ചാർജായി ഹാപ്പിയായി. അപ്പം ഈ ലേണിംഗ് ലാംഗ്വേജ് ഈസ് സംതിങ് എൽസ് വിത്ത് അവർ ബ്രെയിൻ പാർട്ട്. I am more related to mathematics. I was an engineer for a long time. I studied engineering. My best subject in schools was mathematics. Accidentally I became a writer. That's why. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അപ്പം എല്ലാ എഴുത്തുകാരും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാനതൊരു വലിയ കാര്യമായി കരുതുന്നില്ല. ഒരു എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം കുറേയൊക്കെ വായിക്കപ്പെടും. അതെല്ലാവരെയും ഒരേപോലെ തൃപ്തിപ്പെടുത്തുന്നതല്ല എല്ലാ നോവലും എന്നുള്ളതാണ്. ആടുജീവിതം
പരക്കെ സ്വീകരിക്കപ്പെടുന്നത് ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ നാലാമത്തെ കാര്യം അതിൻ്റെ ഭാഷയാണ്. ഈ ലളിതമായ ഏതൊരു സാധാരണക്കാരനും വായിക്കാവുന്ന ഒരു ഭാഷ അതിനു വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതൊക്കെയായിരിക്കും ആടുജീവിതം പരക്കെ സ്വീകരിക്കപ്പെട്ടത് എന്നുള്ളതിൻ്റെ കാരണമായിട്ട് എനിക്ക് തോന്നുന്നു. ഭാഷയെപ്പറ്റി പറഞ്ഞപ്പോഴാണ് ആടുജീവിതം ശരിക്കും നിശബ്ദതയുടെ നോവലാണ്. അതായത് നജീബും ഹക്കീമും സൗദിയിലെത്തപ്പെടുന്നു. അവിടെ നിന്ന് അവരുടെ അർബാബ് ആളെ സ്പോൺസർ മാറിയാണ് വിളിച്ചുകൊണ്ട് പോകുന്നത്. അറിയാം, പത്ര വായിച്ചവരായിരിക്കും അവർ. വിളിച്ചുകൊണ്ട് പോകുന്നു. നാട് ആദ്യം നഷ്ടപ്പെടുന്നുണ്ട്. ഹക്കീമിനും നജീബിനും നാട് നഷ്ടമാവുന്നുണ്ട്. അത് കഴിഞ്ഞ് ആദ്യം കൂട്ടുകാരെ നഷ്ടമാവുന്നു, പരിചയക്കാരെ എല്ലാം നഷ്ടമാവുന്നു. പിന്നെ ഇവർ രണ്ടുപേരും മാത്രമാവുന്നു. അവിടെ നിന്ന് മസ്രയിലേക്ക് പോയിട്ട് ആദ്യം ഹക്കീമിനെ ഒരു മസ്രയിൽ തള്ളിയിറക്കിയിട്ട് നജീബിനെ കൊണ്ട് പോകുമ്പോഴേക്കും അവിടെ ഭാഷയും നഷ്ടമാകുന്നു. പിന്നീട് അങ്ങോട്ട് ഭാഷയില്ലാതെ ഒരു നോവലിനെ വളരെ മനോഹരമായിട്ട് കൊണ്ടുപോവുകയാണ്. അത് ഒരു അത്ഭുതമായ ക്രിയേറ്റിവിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വളരെ അത്ഭുതം നിറഞ്ഞ ഒരു രസതന്ത്രം ആ എഴുത്തിൻ്റെ വഴികളിൽ നിറച്ചു വെച്ചിട്ടുണ്ട് ബെന്യാമിൻ എന്ന വലിയ എഴുത്തുകാരൻ. അതെങ്ങനെയാണ് സാധിച്ചത്? നിശബ്ദമായ ഒരു നോവലിനെ കൊണ്ടുപോവുകയും സർവ്വഭാഷയ്ക്കും അതീതമായി അതിനെ വളർത്തിയെടുക്കുകയും ചെയ്ത വലിയൊരു മാജിക് ആ നോവലിലുണ്ട്. അറിഞ്ഞോ അറിയാതെയോ വന്നത് പറഞ്ഞത് ശരിയാണ്. അതായത് ബോധപൂർവമല്ല ഇതൊന്നും ഒരു എഴുത്തുകാരൻ്റെ വഴിയിൽ വരുന്ന ബോധപൂർവമായ ചില പെരുമാറ്റങ്ങളാവണമെന്നില്ല. പക്ഷേ ഇതിലൊക്കെ എന്തോ ചില ചിന്തകൾ ഒളിച്ചു വെച്ചിരിക്കുന്നു, എഴുത്തിൻ്റെ വലിയ തത്വങ്ങൾ ഒളിച്ചു വെച്ചിരിക്കുന്നു. അതെന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഒപ്പം നിശബ്ദമായി ഈ നോവലിനെ എങ്ങനെയാണ് കൊണ്ടുപോകാൻ സാധിച്ചത് ഭാഷയ്ക്ക് അതീതമായി? Yeah, he was asking like about Adijividam only. The Najim and Hakim was the two main characters. So first, they are losing their land. Then apparently they are losing their friends. And finally, when they were separated, they are losing their language also. Then it becomes the novel of the silence. So how he is using the silence throughout his novel as a chemistry of it. എല്ലാ ചോദ്യങ്ങളും പ്രശ്നങ്ങളും തന്നെയാണ്. അതെ, കുഴയ്ക്കുക എന്നുള്ള ഒരു ഒറ്റ പരിപാടിയാണ് ഉണ്ണിയുടെ. ഈ ആടുജീവിതം മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത് മൈഗ്രേഷൻ ആൻഡ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ്. ഓക്കെ. ദ ബേസിക് തിയറി of Adijividam is migration and adaptation. We can say that we can migrate to anywhere. If you are going to America or some other places, how much time you take to adapt the situation to the society. Next onwards, you will become the part of the society and you will continue. You cannot recognize that you become the part of that society or some system. This is what happening in all the systems. How you are adapting those systems. അത് അടിമത്തമായിക്കൊള്ളട്ടെ, മറ്റെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, ഏകാധിപത്യത്തിൻ്റെ കീഴിലുള്ള ജീവിതമായിക്കൊള്ളട്ടെ, we cannot recognize ourselves that we are in behind of that system or something. Even if you are in a jail, you cannot sometimes later that you will accept that the situation. This is what happening in the Adijividam also. While they were traveling from here, they were having the languages, the memories, everything. But eventually it is fading slowly, and they become the part of that God. Then he is adapted to the society itself. This is what I am trying to describe in the novel. In the Yale University in the USA, they are teaching the Adijividam in their university as a textbook. They are mainly focusing on this subject, how the Adijividam focusing on adaptation and migration and adaptation thing. So when we adapted, the നജീബ് അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആടുകളുമായിട്ടാണ് നമ്മൾ
സംസാരിക്കുന്നതും ആടിൻ്റെ ഇത് അങ്ങനെയാണ് അയാൾ ആടുകളോട് ഇഴകിച്ചേർന്ന് ആടായി മാറുക എന്ന് പറയുന്ന ഒരു ഇതായി മാറുന്നതെന്ന് പറയുന്നത്. അയാൾ പോലും തിരിച്ചറിയാതെ സംഭവിക്കുന്നതാണ്. ഇത് മനുഷ്യൻ എവിടെയും ഉള്ള ഒരു സാധനമാണ്. എവിടെ പോയാലും മനുഷ്യൻ അതിലോട്ട് അഡാപ്റ്റഡ് ആവും എന്നുള്ളതാണ്. ഈ അഡാപ്റ്റേഷനെ കുറിച്ച് തന്നെയാണ് അത് പറയുന്നത്. അവിടെ വെച്ചാണ് ഈ ഭാഷാനഷ്ടം എന്ന് പറയുന്ന സാധനം ഉണ്ടാവുന്നത് എന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്നാണ് ചെറുകെ ഇത് നമ്മൾ മനസ്സിലായി. Again English. Okay. See, the story of Adujeevitham is not only from the Najib itself. I met or I read many people from the desert. I read one story about one Tamilian guy who spent almost 28 years in Masra. Then only he escaped from there, almost 28 years. Once he was founded by someone else. The first thing they realized that he cannot speak and he forget his language. He forget Tamil. See how the situation is forcing us to forget our language. This was in my head while I am writing the novel. So that's why the Najib lost his language eventually. And at the same time, while we are going to some other places, every novel I took that much time. It is not easy process for me writing a novel. It is a very huge task. Yeah, I write. Initially, I take notes and then I develop small portions into paragraph or small incidents. Then I will develop into a small chapters. In the end, I will connect those chapters in a linear way. That time I will shuffle the chapters from here to there and here to there, and I will connect it. This is a long process for me. I cannot write linearly from first chapter to last in a linear way. I write from somewhere else. I start from middle. Today I write from any portion. All of a sudden I will get an idea about some chapter. I write that one. Then I will go for a end portion. In the Adujeevitham I write the end chapter at the first. Nobody can believe that. The last chapter I write initially. Okay, same thing. But some writers can't do that. They are writing from beginning and they slowly. Because if we do such a way, we will stuck somewhere. This is what my experience. If you do in a linear way, somewhere you will stuck and you cannot go further. But in my case, I can start from anywhere. If it is somewhere it is stuck, I will go somewhere else and I will start from there. Still it will take, for this old process, maybe it will take 5 or 6 versions to complete it. It will take that much of time. Yeah. Yeah, almost in my head. While we are writing, we will get more clarity on the subject and incidents, but all the subject is in our head. Other case, I cannot. Even if it is a short story, I know from where it is starting and where it is going to end. Then I will develop each portion. Otherwise, we cannot write like that. We should almost every day I will try to write something. If it is nothing to write, something new, I will rewrite the previous portion. I will try to improvise it. This is the way I am. That's why from last 25 years, 28, 29 books, because every day I will try to write something. No, from morning itself, with my breakfast coffee, I will open my laptop and I will keep writing on. I will go to kitchen, I make something myself. Then I will come back to my room. I will read in between, I will read something. Then I will go to writing. Always till 9 o'clock or 10 o'clock, my laptop will be open and I will keep writing something. Each version I will keep, because it is in a Word format. I will keep version 1 and version 2, version 3 and draft means we are updating the form from laptop itself,
We cannot say that how many drafts it is. If it is writing by hand, maybe it is so many drafts, but it is updating in the file itself. But at the same time, there are so many versions. Maybe 5 or 6 versions should be there, and the final version will submit to the publisher. Yeah, certainly you can ask. No, in each version I will take printout and I will read from the print itself. I don't want to read it from the laptop. I will write in the laptop, but at the same time I will read it from the print, and I will correct it from there, and I will read it, rewrite again and again. But at the when final draft is completed, that means I did my very best in my life. This is what I think that. Then I cannot do anything on that one, and I will give to the print. Then only I go to the press only. Till then I will try to improvise it. In one stage we recognize ourselves that we cannot do anything further. With my level best, we done it well. Then I will go. Then after the print, I will not go back and see that, oh, I can change this one or that one. That is done all. It is belongs to readers. Do you read it again once it is out? And for example, do you read Adu Jeevitham? Very oftenly only. It is very difficult to read because we are so familiar with the subject and each line for long time, because from last 3 years we are going through the lines again and again and again. Yeah. Once it is out means again reading means something else. But I will read after maybe sometimes while I am feeling some emptiness in my mind. I cannot write anything means I will take my own books and I will read. Oh, this is something good. This is I wrote myself. Oh, good. Then I can write something else means that will improve my confidence. So that time I will read. Yeah. You know, in discursive writings, this happens. You write something. I'm not talking about creative writings. You write something, let us say, on Indian democracy. It is also published. And subsequently, after a few months or few days, you realize that there is something basically wrong in what you have written. And this is what I have experienced. Do you experience that kind of a thing? You know, after some time, you go back to your novel. No, I think I should have rewritten it this way. That kind of a feeling. Not in many, but while I am thinking about the last novel, the Taragan Skrandavari, it is very complicated form. Last year we were discussing about that novel here. It is a shuffling novel. It is almost 120 pages. You can read it from anywhere. It is shuffled novel. While I am thinking about now, it is so complicated than what I think. So I think that it should be something simplified version. You should write a simplified version of the Taragan Skrandavari. It is almost 3 or 4 layer of material is there. I should remove some of the layer and it should be very simplified. This is the only thing. Otherwise, maybe I write some essays. Maybe if I go back to that essay, I may think that should be updated or something that. In novels or short stories, I will not go back and don't think such a way that this is the best thing we can do is done. Then I don't want to go back again and think about. I can think something new. Yeah, you can write another novel instead of correcting the previous one. Yeah, I can write something new because we are not satisfied with any of our creative works. Next day onwards, while we are completed, next day onwards we are thinking that no, this is not good one. We will write something better one or something new one. That's why we are writing again and again. If it's satisfied with your own creativity, then you will stop there. Oh, I am happy. We are not happy at all. We want to more good one. We are trying it for each day. That's why. So that's why we are writing new one.
എൻ്റെ പേര് ടിറ്റോ എന്നാണ്. ഞാൻ കുട്ടനാട്ടിൽ നിന്നും അങ്ങയുടെ നാടായ മാന്തുകയിൽ വന്ന് 12 വർഷമായിട്ട് കൃഷി ചെയ്യുന്നയാളാണ്, പള്ളിയുടെ ഇപ്പുറത്ത്. അപ്പോൾ എൻ്റെ ഒരു സംശയം ചോദിക്കുന്നതേ ഉള്ളൂ. മാർക്സിസ്റ്റ് അല്ലെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ അങ്ങേക്ക് ഈ കമ്മ്യൂണിസത്തിലും അതുപോലെ ഈ ആത്മീയ ജീവിതത്തിലും അങ്ങയുടെ റൈറ്റിങ്ങിലെ ഇന്ന് മലയാളം അംഗീകരിച്ച അതേക്കുറിച്ചുള്ള എനിക്കൊരു ഇതുമില്ല. അത് വളരെ ഏറ്റവും നല്ലതാണ് റൈറ്റിങ്ങിൽ. പക്ഷേ അങ്ങയുടെ ഈ ചിന്തകളിൽ ഈ കമ്മ്യൂണിസ്റ്റ് ചിന്തകളുമായി പോകുമ്പോൾ ഈ ദൈവിക ചിന്തകളും ഇത് രണ്ടും കൂടെ ഒരുമിക്കാൻ ഒക്കുകയല്ലോ ഒരിക്കലും. എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് ചിന്തകൾ പറയുന്നത് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന്. അപ്പോൾ ഇതിങ്ങനെ പാരലായിട്ട് അങ്ങ് കൊണ്ടുപോകുന്നത് അങ്ങയുടെ ചിന്തയെ യഥാർത്ഥത്തിൽ ഒരുമിച്ച് കൊണ്ടുപോകാതെ നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെ നമ്മൾ ഒരുമിച്ച് നമ്മുടെ നാനാത്വത്തിൽ ഏകത്വത്തിൽ പോകാൻ വേണ്ടി നമ്മളിത് അങ്ങ് ഇതിനകത്ത് വെള്ളം ചേർത്ത് ഇങ്ങനെ ഒരുപോലെ കൊണ്ടുപോകുകയല്ലേ എന്ന് എനിക്കൊരു സംശയം. അതേ ഞാൻ ചോദിച്ചുള്ളൂ. ഇതെങ്ങനെ ഇത് തമ്മിൽ ഒരിക്കലും യോജിക്കുകയല്ല, രണ്ട് പാരലായിട്ട് പോകേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോയി അത് നമ്മുടെ വിശ്വാസത്തെ തന്നെ അങ്ങോട്ട് ഏതിലാണോ യഥാർത്ഥത്തിൽ അങ്ങയുടെ വിശ്വാസം അല്ലെ അങ്ങയുടെ ചിന്ത അതിനെ ഒന്ന് മയപ്പെടുത്തി വെള്ളം ചേർത്ത് അങ്ങ് ഈ ദൈവിക ചിന്തയും കൂടെ കൂട്ടി അതെന്നാന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാമല്ലോ. നമുക്ക് ഈ മലയാളത്തിലും ഇന്ത്യയിലും ജീവിക്കാൻ വേണ്ടി നമ്മൾ ഇതെല്ലാം മയപ്പെടുത്തി രണ്ടും കൂടെ കൊണ്ടുപോകല്ലേ. യഥാർത്ഥത്തിലുള്ള നമ്മുടെ ഇത് അങ്ങേക്ക് അങ്ങ് കാഴ്ചവെച്ചാൽ ഇതിനേക്കാൾ വലിയതായ രീതിയിൽ യഥാർത്ഥത്തിൽ അങ്ങ് കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ചിന്തകൾ വെച്ച് അല്ലെ അങ്ങ് ദൈവിക ചിന്തയാണെങ്കിൽ അതിനെ മുന്നിൽ നിർത്തി ഇത് വീണ്ടും സാഹിത്യരചനകൾ ഉണ്ടായാൽ ഇപ്പോൾ ഉണ്ടായ ആടുജീവിതവും അല്ലെ അതിനേക്കാട്ടിലൊക്കെ വലിയ സാഹിത്യ സൃഷ്ടികൾ അങ്ങേക്ക് ചെയ്യുവാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിങ്ങനെ പാരലായിട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ജീവിക്കാൻ വേണ്ടിയാണോ എന്ന് മാത്രമേ എനിക്കൊരു സംശയമുള്ളൂ. മാർക്സിന്റെ ഈ വാചകത്തെ കമ്മ്യൂണിസ്റ്റ് Yeah, like he was asking a question, interesting question, that communism, how could communism and spirituality could be related? Because according to his perceptions, it can't be related, it can't go along. It is two separate things. So are you using, or are you saying like communism and spirituality is connected on your own like comfortable things in the society or something while you are believing for your comfortness? So if you are a communist, can you go as a communist? If you are a spiritual person, can you do it in pure spirituality? So what is your opinion on that? Is it true or like? മലയാളത്തിൽ തന്നെ ഉത്തരം പറയാം, ഇംഗ്ലീഷ് പിന്നെ പറയാം. കമ്മ്യൂണിസ്റ്റ് മാർക്സിൻ്റെ ഈ വാചകത്തെ നമ്മൾ വ്യാഖ്യാനിച്ച് അല്ലെങ്കിൽ പറഞ്ഞു മടുത്തുപോയ ഒരു കാര്യമാണ്. ആ വാചകത്തിന് രണ്ടാം ഭാഗമുണ്ട്. അത് മനുഷ്യന് ആശ്വാസം നൽകുന്നുണ്ട് എന്നൊരു വാചകമുണ്ട്. അത് നിങ്ങൾ പറയത്തില്ല. ഏത് മതം മയക്കുന്ന കറുപ്പാണെന്ന് പറയുന്ന സാധനം മാത്രമേ പറയുന്നുള്ളൂ. മാർക്സ് അതിന് തൊട്ടടുത്ത സെൻറ്റൻസ് പറയുന്നത് അത് മനുഷ്യന് ആശ്വാസം നൽകുന്ന കാര്യമാണ് എന്ന് പറയുന്നുണ്ട്. ആ വാചകം പറയുന്നത്. രണ്ട്, എവിടെയാണ് പറയുന്നത് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് മതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അത് ഭയങ്കര എൻ്റർലി നമ്മൾ തെറ്റിദ്ധരിക്കുന്ന ഒരു സാധനമാണ്. മതവുമായി ബന്ധപ്പെട്ട കാര്യമേ അല്ല സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. മാർക്സ് എതിർത്തത് മതത്തിൻ്റെ ചട്ടക്കൂടുകളെയാണ്. പ്രത്യേകിച്ച് റോമൻ സഭ ഉൾപ്പെടെയുള്ള മതങ്ങളിൽ നടന്നിട്ടുള്ള വലിയ അരാജകത്വം, ഏകാധിപത്യം, ഭരണകൂട ഭീകരത എന്നൊക്കെ പറയുന്ന മധ്യകാലത്തെ ഒരു റോമൻ ഭരണകൂടമുണ്ട്. പോപ്പന്മാർ അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യാമായിരുന്ന ഭരണകൂടത്തിനെതിരെ നടത്തിയിട്ടുള്ള ഒരു ശ്രമമാണ്. അതും സ്പിരിച്വാലിറ്റിയുമായിട്ട് യാതൊരു ബന്ധമില്ല. താങ്കൾ ഒരിക്കലും ഒരു സഭയെ സ്പിരിച്വലുമായിട്ട് ബന്ധിക്കരുത്. അങ്ങനെ ബന്ധിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തെ നിങ്ങൾ സ്പിരിച്വാലിറ്റിയോട് ബന്ധിപ്പിച്ചാൽ യഥാർത്ഥത്തിലുള്ള സ്പിരിച്വാലിറ്റി താങ്കളിൽ നിന്ന് നഷ്ടപ്പെടുമെന്നുള്ള. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് എൻ്റയർലി ഡിഫറൻ്റായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു മാനസിക അവസ്ഥയാണ്. ഇറ്റ് ഇസ് ദ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ദ സ്പിരിച്വാലിറ്റി ഈസ് സംതിങ് സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. അത് എവിടെ നിന്നും നിങ്ങൾക്ക് നിങ്ങൾക്ക് കമ്മ്യൂണിസത്തിൽ നിന്ന് അനുഭവിക്കാം, ഹിന്ദു മത എല്ലാ തത്വചിന്തകളിൽ നിന്നും നിങ്ങൾക്ക് അനുഭവിക്കാം. ഇപ്പോൾ രാമകൃഷ്ണ പരമഹംസർ പറയുന്നുണ്ട്, ഞാൻ അത് അനുഭവിക്കുന്നത് ഒരു കൂട്ടം പറവകൾ ഇങ്ങനെ പറന്നു പോകുന്നത് കാണുമ്പോഴാണ് എൻ്റെ ഉള്ളിൽ ഏറ്റവും വലിയ സ്പിരിച്വാലിറ്റി ഉണ്ടായത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓരോ മനുഷ്യനും ഈ സ്പിരിച്വാലിറ്റി അനുഭവിക്കുന്നത് ഒരു തലത്തിൽ നിന്നുകൊണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് വിശ്വാസത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് സ്പിരിച്വാലിറ്റി ഉണ്ടാവരുത് എന്ന് പറയുന്നത്
വളരെ തെറ്റായ ഒന്നാണ്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, വിശ്വാസം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒന്നിലുള്ള ഒരു വിശ്വാസം എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യനെ ആയിരിക്കും നിങ്ങൾക്ക് വിശ്വാസം, നിങ്ങൾക്ക് ചിലപ്പോൾ ഐഡിയോളജി ആയിരിക്കും വിശ്വാസം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിലിജിയനിലായിരിക്കും വിശ്വാസം. പക്ഷേ വിശ്വാസം എന്ന് പറയുന്ന ഒരു സാധനമുണ്ടല്ലോ, അത് നിങ്ങളുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ ഇന്ന് ജീവിക്കുന്നു, ഞാനിന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ വണ്ടി വീട് വരെ ഓടും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ജീവിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാനിന്ന് ഉച്ചയ്ക്ക് നിങ്ങളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുമെന്ന് എൻ്റെ ഒരു വിശ്വാസമാണ്. മനസ്സിലായില്ലേ? ഇതില്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. അത്രയേ ഉള്ളൂ വിശ്വാസം എന്ന് പറയുന്ന സാധനം. അല്ലാതെ ഇതൊക്കെ വളരെ വിദൂരസ്ഥമായ സാധനങ്ങളാണെന്നും അതൊക്കെ പറയുന്നു. യുക്തിവാദികളുമായി നിങ്ങൾക്ക് വേണേൽ തർക്കിക്കാം. യുക്തിവാദികൾ പറയുന്നത് ശരിയല്ല. ഞാൻ യുക്തിവാദിയല്ല. മനസ്സിലായില്ലേ? ആ അല്ല, 2 ചോദ്യങ്ങളുള്ളത്. ഒന്നിപ്പം ഒരു വായനക്കാരൻ എന്ന നിലയിൽ തന്നെ 2 പുസ്തകങ്ങളൊക്കെ ഒരേ സമയത്ത് വായിക്കാൻ ചില സാഹചര്യങ്ങളൊക്കെ വരാറുണ്ട്. ഇപ്പോൾ നമ്മുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ച് വായിക്കും. പക്ഷേ എങ്കിൽ പോലും അത് പ്രയാസമുള്ളൊരു കാര്യമാണ്. 2 പുസ്തകം ഒരേ സമയത്ത് വായിക്കുക എന്ന് പറയുന്നത് തന്നെ നമുക്കതങ്ങോട്ട് രൂപീകരിക്കാൻ, ആശയങ്ങൾ രൂപീകരിക്കും. ഇപ്പോൾ നമ്മളൊരു നോവൽ വായിക്കുന്നു, വേറൊരു പുസ്തകം ഒരു ചരിത്ര പുസ്തകം വായിക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പുസ്തകങ്ങൾ ഏകദേശം ഒരേ സമയത്താണ് ഇറങ്ങിയത്. ആടുജീവിതവും അക്കപ്പോരും. പരസ്പരം ഒരു ബന്ധവുമില്ലാത്ത, ഒരു തരം ബന്ധവുമില്ലാത്ത 2 പുസ്തകങ്ങളാണ്. അപ്പോൾ എങ്ങനെ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഒരേ സമയത്ത് ഈ 2 വളരെ വ്യത്യസ്തമായിട്ടുള്ള, ഇപ്പോൾ വായിക്കുന്നവർക്ക് കുറേ കൂടെ എളുപ്പമാണ്, നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചാൽ മതി. വായനക്കാർക്കായ ഞങ്ങൾക്ക് പോലും അത് പ്രയാസമാണ്. അപ്പോൾ ഒരേ സമയത്ത് ഇങ്ങനെ ഈ 2ൻ്റെയും കൂടെ ഒരു കണ്ടിന്യൂറ്റി മിക്സും എങ്ങനെ പറ്റുന്നതെന്നുള്ളൊരു കാര്യം, ഒരു സംശയം. 2, ഇപ്പം താങ്കൾ പറഞ്ഞു ഈ പിന്നെ അവസാനം എഴുതാറുണ്ട്. ചില പുസ്തകങ്ങളുടെ പാഠ്യജീവിതത്തിന് തന്നെ അവസാനത്തെ അധ്യായമാണ് ആദ്യം എഴുതുക. അപ്പോൾ ഏത് പുസ്തകം എഴുതുമ്പോഴും ഇതെങ്ങനെ പോകണം, അതിൻ്റെ എല്ലാ വരികളുമല്ല, എങ്ങനെ തുടങ്ങി എങ്ങനെ അവസാനിക്കണം എന്നുള്ള വ്യക്തമായ ഒരു ധാരണയോടുകൂടി മാത്രമേ എല്ലാ പുസ്തകങ്ങളും എഴുതാറുള്ളൂ. അതിൻ്റെ ഒരു എഴുത്തിൻ്റെ ഒരു രീതി. പിന്നെ എങ്ങനെയാണ് ഒരു ബന്ധവുമില്ലാത്തൊരു മേഖലയിൽ പ്രവർത്തിച്ചിട്ട് ഇപ്പം എങ്ങനെയാണ് എനിക്കൊരു പുസ്തകം എഴുതാൻ പറ്റും, ഒരു നോവലിസ്റ്റ് ആകാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടു കൂടി എഴുതാനുള്ളൊരു കാരണം കൂടെ, ഒരു 3 ചോദ്യങ്ങൾ, എക്സ്പീരിയൻസ് ഷെയറിങ്. ഈ വായനയെ സംബന്ധിച്ച് ഓക്കെ. This question was basically because he was quoting 2 extreme different novels written by him. So he was asking like how you could like write 2 different contests from the same person in maybe not the same time or a different time. It's an extreme different ranges that you are writing about, and share his experience on that actually. രമേശ് ചെന്നിത്തല ഒരിക്കൽ പറഞ്ഞു, ഞാൻ 2 പുസ്തകം വായിക്കുന്നു പറഞ്ഞു. കേരളീയ സമൂഹത്തിൽ മുഴുവൻ എല്ലാവരും പാവം പിടിച്ച മനുഷ്യനെ ട്രോൾ ചെയ്ത്. ഞാൻ 3-4 പുസ്തകം വായിക്കാറുണ്ട്. അത് ഒരാളുടെ ഒരു ഇതാണ്. അതായത് നമ്മളുടെ മൈൻഡിൽ ആ സാധനമുണ്ട്, നമ്മൾ ആ വായിച്ചു വെച്ചെടുത്തു നിന്ന് അടുത്ത ദിവസം അടുത്ത പുസ്തകം വായിക്കുന്നത്, തിരിച്ചു വരുമ്പോൾ നിശ്ചയമായിട്ടും ഇതുണ്ട്. ഇത് പറയുന്ന പോലെ വൈൽ വി ആർ റൈറ്റിംഗ് ഓൾസോ we should have the idea, the characters in one part of my mind. At the same time, other part is the other character. Like we were so many friends. We know who is he and what is he doing and what he asked for tomorrow. We must do that one, and we at the same time we must do for him also. We will not forget. We will not club it together, or we will not misunderstand it. We know that what PC asked me today and what OS asked me today. I can do both. Same like that. While I am writing, my characters are with me in that place also. Maybe for this novel and other novel at the same time, both are together with me all time. Once somebody asked Shashi Tharoor, how you wrote all these novels while you are writing working in UN. That means busy schedule. What he was answered that all characters were with me in my brain with the whole time, like my family, like my official friends or something else. My characters are also living with me. This is what I am also doing. It will not mingle or disturb each other. This is the answer for the first question. Yeah. Anything? അല്ല
അല്ല, നമ്മളിപ്പം ആടുജീവിതം എഴുതുമ്പോൾ അതിന് പറ്റിയ സബ്ജക്റ്റും അതിന് പറ്റിയ മേഖലയും ഒക്കെ എൻ്റയർലി ഡിഫറെൻ്റ് ആയ സാധനമുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ബ്രെയിനിൽ അതിന് പറ്റിയ ആലോചനകൾ നടക്കുന്ന സമയത്ത് അത് നടക്കും. അപ്പോൾ നമ്മൾ വേറൊരു ഇൻസിഡൻറ്റ് കാണുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത് ആടുജീവിതം അക്കപ്പോരിന് പറ്റിയതാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് അന്വേഷണങ്ങൾ നടക്കുമ്പോൾ അത് അതിൻ്റെ ഇതിലേക്ക് എഴുതുമെന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇപ്പം പക്ഷേ അങ്ങനെ ഞാൻ 2 നോവലിൽ വർക്ക് ചെയ്യാറില്ല. അന്നത് കുറേ കൂടെ ചെറുപ്പമായിരുന്ന സമയത്ത് നടന്നൊരു കാര്യമാണ്. ഇപ്പം നമ്മൾ സിംഗിൾ നോവലിൽ മാത്രമാണ് ഫോക്കസ് ചെയ്തിട്ട് ഇരിക്കുന്നത്. എനിക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു നോവലിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം ഞാൻ മൾബറി മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2-3 വർഷമായി മൾബറിക്ക് വേണ്ടി മാത്രമായിരുന്നു അതിൻ്റെ അന്വേഷണങ്ങളും എല്ലാം ചെയ്തിട്ടുള്ളത്. ഇപ്പം അങ്ങനെ ഒരു ഇതിലേക്ക് പോയിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു ഞാൻ പറഞ്ഞു? തുടങ്ങുക. ഏകദേശം നമുക്കൊരു ഒരു ധാരണയുണ്ടാവും നമ്മൾ ഇന്നതാണ്, ഈ യാത്ര ഇന്നതാണ് എന്നതിന്. ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് തിരുവനന്തപുരത്ത് വരെ പോകണമെന്നാണ് നമ്മളുടെ വിചാരമെങ്കിൽ നമുക്കറിയാം ഇവിടുന്ന് ഇങ്ങനെ പോകണം, അവിടെ ചെല്ലണം, കൊട്ടാരക്കര ചെല്ലണം, കിളിമാനൂർ ചെല്ലണമെന്നൊക്കെ. പക്ഷെ അവിടെ ചെല്ലുമ്പോഴേ നമ്മുടെ ആ വഴി എഴുതുമ്പം മാത്രമേ നമുക്ക് ആ വഴി തെളിഞ്ഞു വരത്തുള്ളൂ എന്ന് പറയുന്നത് പോലെ നമുക്കൊരു ഏകദേശം ധാരണയുണ്ട്. നമ്മൾ കൊട്ടാരക്കര ഒന്ന് മുട്ടും, അവിടെ ചെന്ന് നമ്മൾ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കും, അത് കഴിഞ്ഞ് വെമ്പായത്തുകൾ ചായക്കടയിൽ കയറും എന്നൊക്കെ ഒരു ധാരണയുള്ളതുപോലെ ഈ നോവലിനെ സംബന്ധിച്ച് നമുക്കൊരു ഏകദേശ ധാരണയുണ്ട്. ഇന്നടത്ത് നമുക്കൊരു എയിം ഇല്ലെങ്കിൽ നമുക്ക് എവിടെയും ചെന്ന് എത്തപ്പെടാൻ പറ്റില്ല. ഇത് എവിടെ കൊണ്ട് നിർത്തണമെന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ധാരണ നമുക്ക് ആദ്യമേ ഞാൻ ഉണ്ടാക്കി വെക്കും. അതുകൊണ്ടാണ് നമുക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എഴുതാൻ പറ്റുന്നത്. ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ ഈ എഞ്ചിനീയറിങ്ങുമായി ബന്ധപ്പെട്ടതുകൊണ്ടാണ്. റോഡ് പണി നടക്കുന്നത് പോലെയാണ്. ഇപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചെങ്ങന്നൂർ വരെയുള്ള റോഡ് പണി നടക്കുമ്പം ചെങ്ങന്നൂർ നിന്ന് പണിഞ്ഞ് പൂർത്തിയായി അല്ലല്ലോ പോകുന്നത്. ചെങ്ങന്നൂർ കുറച്ച് പണി, കൊട്ടാരക്കര കുറച്ച് പണി, അടൂർ കുറച്ച് പണി, അവിടെ കുറച്ച് ടാർ ചെയ്യും, ഇവിടെ കുറച്ച് മെറ്റിലിടും ഒക്കെ പറയുന്നത് പോലെ പിന്നെ അത് അങ്ങ് യോജിപ്പിക്കുക. സെയിം പരിപാടിയാണ് ശരിക്കും നോവൽ എഴുത്തെന്ന് പറയുന്നത്. അവിടെ കുറച്ച് എഴുതും, ഇവിടെ കുറച്ച് എഴുതും, ഇവിടെ എഴുതും, പിന്നെ ഇതിനെ നമ്മൾ കണക്ട് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്ന ഒരു ഭയങ്കര രസമുള്ള പ്രോസസ്സാണ്. ഈ ലാപ്ടോപ്പിൽ എഴുതുന്നത് കൊണ്ട് നമുക്ക് ഷഫിൾ ചെയ്യാം. ഇന്ന് ദിവസം രാവിലെ ഇരുന്ന് വിചാരിക്കും ഇത് 2ാമത്തെ ചാപ്റ്ററാണെന്ന്, പിന്നെ വിചാരിക്കും വേണ്ട ഇതല്ല, ഇത് അപ്പുറത്തിടാമെന്ന് വിചാരിക്കും, പിന്നെ അടുത്ത് ഇപ്പുറത്തിടും. ഇതൊക്കെയാണ് എഴുത്തിൻ്റെ പ്രോസസ്സ് എൻജോയ് ചെയ്യുക എന്ന് പറയുന്ന സാധനമാണ് ഞാൻ ശരിക്കും ചെയ്യുന്നൊരു സാധനം. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് പാരഗ്രാഫുകൾ ഷഫിൾ ചെയ്തിടുക. പിന്നെ ഒരു ലാപ്ടോപ്പ് അവിടെ മാത്രം പറ്റുന്ന സാധനമാണ് ഇത്. നമുക്ക് പേപ്പറിൽ എഴുതിയാൽ അത് പറ്റില്ല. കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, കട്ട് ചെയ്ത് കളയും. ഇപ്പോൾ ഇന്ന് ഒരു പാരഗ്രാഫ് നമ്മൾ കട്ട് ചെയ്ത് കളയും. പിന്നെ നാളെ രാവിലെ ഇങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിചാരിക്കും അത് നല്ല ഇതുള്ളതായിരുന്നു, തിരിച്ചതിനകത്ത് വീണ്ടും കൊണ്ട് ഇൻസേർട്ട് ചെയ്യും. അങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് പക്ഷേ നമുക്ക് ഈ നോവലിനെ സംബന്ധിച്ചൊരു ധാരണ നമുക്ക് എവിടെ നിന്ന് തുടങ്ങി എവിടെ അവസാനിക്കണം എന്നത് സംബന്ധിച്ചുണ്ടാവണം. ഇടയ്ക്കുള്ള ഈ ഇൻസിഡൻസ് ഒക്കെ നമുക്ക് യാദൃച്ഛികമായിട്ട് വീണ് കിട്ടുന്നത്. ഇപ്പോൾ ആടുജീവിതത്തിൽ ഹക്കീം എന്ന് പറയുന്ന ക്യാരക്ടർ മരിക്കുമെന്ന് ഞാൻ എഴുതുന്ന സമയത്തൊന്നും ആലോചിച്ചിരുന്നതല്ല. അത് എഴുതുന്ന സമയത്ത് ആ പ്രോസസ്സിൽ വന്ന ഒരു നിമിഷത്തിൽ സംഭവിച്ച സാധനമാണ്. അത് അവിടെ വെച്ച് ഹക്കീം മരിക്കണമെന്ന് എനിക്ക് തോന്നി. അത് ഈ പറയുന്ന പോലെ ദൈവികതയൊന്നും അല്ലെങ്കിൽ പോലും എന്തോ ഒരു സാധനമുണ്ട്. നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മളറിയാതെ നമ്മളെ നയിച്ചുകൊണ്ട് പോകുന്ന സാധനങ്ങളുണ്ട്. അപ്പോഴാണ് ചിലപ്പോൾ പുതിയ ക്യാരക്ടേഴ്സ് വന്ന് വീഴുന്നത്, ചില ഇൻസിഡൻസ് വന്ന് വീഴുന്നത്. അതാണ് നമ്മൾ ആ നോവലിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അതിൻ്റെ സമ്പൂർണ്ണത ഇങ്ങനെയാണെന്നുള്ളൊരു തോന്നൽ. ഹക്കീമിൻ്റെ മരണം അത് ഏറ്റവും നല്ല ഒരു ഉദാഹരണമായിട്ടാണ്. ഞാൻ എഴുതുന്ന ആലോചിച്ച സമയത്തൊന്നും ആലോചിക്കാത്ത ഇത്. പക്ഷേ ആ എഴുതുന്ന സമയത്ത് അവിടെ ഇങ്ങനെ എത്തുമ്പോൾ എനിക്ക് തോന്നി ഇയാൾ ഇവിടെ വെച്ച് മരിക്കണം, ഇനിയിപ്പം ആ ക്യാരക്ടറെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊരു തോന്നലുണ്ടായി. മൂന്നാമതൊരു ചോദ്യങ്ങളുണ്ടായിരുന്നു. ആദ്യത്തെ എഴുതാനെന്ന് പറയുന്നത് ഞാൻ 21ാമത്തെ വയസ്സ് ഗൾഫിൽ പോയ ആളാണ്. ഏതാണ്ട് 29 വയസ്സ് വരെ വായന മാത്രമായിരുന്നു പരിപാടി. 8 മണിക്കൂർ ജോലി കഴിഞ്ഞാൽ പിന്നെ വായന, വേറെ പരിപാടിയൊന്നുമില്ല ഗൾഫിൽ. അങ്ങനെ ആ സമയത്ത് ഞാൻ ഡയറി എഴുതുമായിരുന്നു, കത്തുകൾ എഴുതുമായിരുന്നു, ഈ വായിക്കുന്ന പുസ്തകങ്ങളെക്കുറിച്ചുള്ള ആസ്വാദനക്കുറിപ്പുകൾ എഴുതി വെക്കുമായിരുന്നു ഡയറിയിലൊക്കെ. അങ്ങനെയാണ് കുറേ കഴിഞ്ഞപ്പോൾ 8-9 വർഷം കഴിഞ്ഞപ്പോൾ ഒരു കഥയൊക്കെ എഴുതാം എന്നുള്ളൊരു ആഗ്രഹം തോന്നുകയും കഥ എഴുതാൻ തുടങ്ങുകയും ചെയ്യുന്നു. അപ്പം എൻ്റെ ഈ ലൈഫ് പരിശോധിച്ച് ഞങ്ങൾക്ക് മനസ്സിലാകും. വളരെ ചെറിയ ശത്രു എന്ന് പറയുന്ന വളരെ ചെറിയൊരു 2-3 പാരഗ്രാഫ് മാത്രമുള്ളൊരു ചെറിയ കഥയാണ് ആദ്യം എഴുതുന്നത്. പിന്നീടാണ് ചെറുകഥകളിലേക്ക് വരുന്നത്. നോവലാണെങ്കിൽ അഭിഷേക് എന്ന് പറയുന്ന 70 പേജുള്ള ഒരു നോവലാണ് ആദ്യം എഴുതുന്നത്. അതിനുശേഷം അക്കപ്പോരിലേക്ക് വരുന്നു. അങ്ങനെ നോവലിൻ്റെ വലിപ്പം കൂടി വരിക. അത് നമ്മൾ തന്നെ നമുക്ക് കൊടുക്കുന്ന ഒരു ആത്മവിശ്വാസമാണ്. ചെറിയ നമുക്ക് ഇച്ചിരൂടെ മുന്നോട്ട് വെക്കാം, കുറച്ചുകൂടെ വലിയ നോവൽ എഴുതാം, വലിയ ക്യാരക്ടേഴ്സിനെ അല്ലെങ്കിൽ വലിയ കാലത്തെ നമുക്ക് അവതരിപ്പിക്കാം എന്നൊക്കെ പറയുന്നത്. അപ്പം അൽ-അറേബ്യൻ നോവൽ ഫാക്ടറിയൊക്കെ ആകുമ്പോഴത്തേക്ക് 400-420 പേജിലേക്ക് വലിയ പുസ്തകമായി. 2 പുസ്തകം കൂടെ ഏതാണ്ട് 700, അത് ടിൻ നോവലാണല്ലോ. അപ്പോൾ രണ്ടും കൂടെ ഒരു 700 പേജോളം വരുന്നുണ്ട്. അത് നമ്മൾ പതിയെ ആർജിച്ചെടുത്ത് തരികയാണ്. പലരും വിചാരിക്കുന്ന ആടുജീവിതമാണ് എൻ്റെ ആദ്യത്തെ കൃതി, എഴുതിയപ്പോൾ തന്നെ
സക്സസ് ആയി എന്നൊക്കെയാണോ ആൾക്കാർ വിചാരിക്കുന്നത്. അങ്ങനൊന്നുമല്ല. എത്രയോ കഥകൾ എഴുതി തിരിച്ചയക്കപ്പെട്ടു. മാതൃഭൂമിയിലും ഭാഷാഭൂഷണിയിലും ഒക്കെ എത്ര കഥകൾ അയച്ചിട്ട് അതെല്ലാം തിരിച്ചയക്കപ്പെട്ടു. അന്നൊക്കെ ഈ പത്രാധിപർ വളരെ സ്നേഹമുള്ളവരാണ്, ഗൾഫിലേക്ക് സ്റ്റാമ്പ് ഒട്ടിച്ച് അത് തിരിച്ചയച്ചു തരുമായിരുന്നു. അങ്ങനെ യാ പ്ലീസ്. Writing a poem is an easy task and it's not a painful thing actually because it's small and immediately but I heard a lot of my friends who are novelist writers, they say it's a painful task because the kind of discipline or I don't know for what reason, like maybe the discipline also one of the painful thing. So you feel so writing is a painful thing for you or Certainly writing is a painful thing, but I enjoy that pain. okay, That's why I can write that one, because we need so many discipline in the novel writing. You should be very keenly sit and write and rewrite again and again. So many hard work, so many time spending. That's why I take maybe more than 3 years for a novel. Each day we must go there and keep keenly watch the incidents. We must keep the track of the characters from beginning to end. So many things. We otherwise we may miss. We may very very difficult. We should be. Now only I am saying hello. Okay. We must be very disciplined in the novel writing. Otherwise we cannot. when you read ഞാൻ കൊഴൂരിൻ്റെ കാര്യം പറഞ്ഞു. കൊഴൂരിനെ ഞാൻ ഇപ്പോഴാണ് കണ്ടത്, അതുകൊണ്ടാണ്. കൊഴൂർ when you read your novels once again or short story, some of the lines when you they may look like a stranger to you. Wow, is it written by me? Like, do you feel so? Yeah, that's why I am telling that last question. While I feel something emptiness in my mind, I will go back to read my own novels and see that, oh, this is what I wrote this one. Very good, excellent, good. So I can get some confidence in they my don't life. look like stranger to you. I mean, you haven't I mean, really, is it really written by me? I mean, difficult to recollect. Yeah, sometimes that's what, very accidentally some sentence came to us. We feel that, oh, is it written by myself? That much. And that amazing thing happening while we are reading the translations. In English is a good language. While comparing with Malayalam, it is so good. While reading the same thing, what we write in English, the translator, this is good, something. I feel myself something proud that. അച്ഛന് മാന്ത്രിക അനുഭവം. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? പുതിയ എന്തെങ്കിലും വരും, ഉത്തരമായിട്ട് എന്തെങ്കിലും വരും, ചോദ്യം വരാൻ. നമസ്കാരം, ഞാൻ വിനോദ, പാലക്കാട്. സാറേ, ഞാൻ ആടുജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ ഒരു ചോദ്യമാണ്. നമ്മൾ 2008 ആ പുസ്തകം ഇറങ്ങുന്നത്. അതിനുശേഷം അപ്പോൾ ഈ ഒരു വായന ലോകത്തിരിക്കുന്നവരും എഴുത്തുകാർക്കൊക്കെ ആയിരുന്നു കുറച്ചും കൂടി ആ പുസ്തകം പരിചയം. 2024 ഒരു സിനിമയായിട്ട് ഇറങ്ങുമ്പോൾ കുറച്ചും കൂടി മലയാളികൾക്ക് അത് കുറച്ചും കൂടി ലളിതമായിട്ട് വായനയിലെ ലോകത്തൊന്നും ഇല്ലാത്ത ആളുകൾക്കും കൂടി അത് മനസ്സിലാക്കാൻ സാധിച്ചു. അതിലൊരു ചെറിയൊരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത്, സാറ് മുമ്പ് പറഞ്ഞിരുന്നു അതിൽ 70% ഭാവനയാണ് അതിൽ സാറ് എഴുത്തിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നജീബിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടാണ് മലയാളികൾക്ക് ആ ഒരു കഥ കുറച്ചും കൂടിയായിട്ട് അറിയുന്നത്. പക്ഷേ ഈ സിനിമ ഇറങ്ങിയ ശേഷം പോസിറ്റീവായിട്ടുള്ള റിവ്യൂസും നെഗറ്റീവായിട്ടുള്ള റിവ്യൂസും ഒരുപാടായിട്ട് ആ സിനിമയുമായി ബന്ധപ്പെട്ടും പുസ്തകവുമായി ബന്ധപ്പെട്ടൊക്കെ വന്നിരുന്നു. അപ്പോൾ ശരിക്കും ആ ഭാവനയാണ് 70% എന്ന് പറയുമ്പോൾ നജീബിൻ്റെ അനുഭവിച്ച ജീവിതത്തോട് താങ്കൾക്ക് നീതി പുലർത്താൻ സാധിച്ചോ എന്നാണ് എൻ്റെ വ്യക്തിപരമായ ചോദ്യമാണ്. അത് എങ്ങനെയാണെന്നുള്ളതാണ്. The question was,
The Adijivitam was first published in 2008, and when it got to India movie, it get like in 2000 last year, it got read by a lot of people and it got the popularity. So after the release of the movie, people were like, there were a lot of discussions came regarding the book and also the movie. There are a lot of reviews and there are a lot of opinions came and all. So he was giving a explanation to it. 70% of it was fiction, and only the other portion was the stick to the Najib's life and all. So he was asking, did you think you had given justice to the life of Najib by writing this much percentage of fiction? That's what he thought. ഒന്നാമത്തെ കാര്യം, നജീബിൻ്റെ ജീവിതം എഴുതാൻ വേണ്ടിയല്ല ഞാൻ ആടുജീവിതം എഴുതിയത് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ നോവലിന്, എൻ്റെ വിഷയത്തിന് പറ്റിയ ഒരു ക്യാരക്ടറെ നജീബിൽ നിന്ന് കണ്ടെടുക്കുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നജീബിനെ കണ്ടുമുട്ടുന്നതിന് എത്രയോ കാലം മുമ്പേ ഞാൻ എന്നോടും എൻ്റെ കൂട്ടുകാരോടും പറഞ്ഞുകൊണ്ടേയിരുന്നതാണ്, ഞാൻ മരുഭൂമിയെ സംബന്ധിച്ച് ഒരു കഥ എഴുതും, ഒരാളും ദൈവവും മാത്രമുള്ള ഒരു കഥ എഴുതും എന്ന്. അതാണ് നമ്മൾ 100 കണക്കിന് ക്യാരക്ടേഴ്സുള്ള നോവലുകൾ നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ ഒരാൾ മാത്രമാണ് ഒരിടത്ത് ജീവിക്കുന്നതെങ്കിൽ അയാൾ എങ്ങനെയായിരിക്കും അയാളുടെ ജീവിതത്തെ മറികടക്കുക, അയാൾ ഈ പറഞ്ഞതുപോലെ ഭാഷയെ എങ്ങനെയാണ് മറികടക്കുന്നത്, അയാൾ സംസാരിക്കുന്നത് എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള ആലോചനയുണ്ട്. പക്ഷേ അതെങ്ങനെ റിയലൈസ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ അത് എന്താണ് ഒരു നോവലാക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോഴാണ് നമ്മൾ നജീബിനെ കണ്ടുമുട്ടുന്നത്. എൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞതുപോലെ ഞാൻ 15 വർഷം ഗൾഫിൽ ജീവിച്ചതിൻ്റെ ഏകാന്തത, ഒറ്റപ്പെടൽ, മരവിപ്പ്, ഈ സാധനങ്ങളെല്ലാം ഉണ്ട്. അതേസമയത്ത് ഈ ഗൾഫിലേക്ക് പോയ മലയാളി ഒരിക്കലും കേരളത്തിനോട് നേര് പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ ആടുജീവിതത്തിലൊരു 19-ാം അധ്യായമുണ്ട്. പണ്ട് സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ 19-ാം അധ്യായമായിരുന്നു. അതൊരു കത്താണ്. ആ കത്തെന്ന് പറയുന്നത് നജീബ് വീട്ടിലേക്ക് എഴുതുന്നതെന്ന് സങ്കല്പിക്കുന്ന കത്താണ്. അതിനകത്ത് ഒരു വരി പോലും നേരില്ല, മുഴുവൻ കള്ളമാണ്. ഞാനിവിടെ സുഖമായി എത്തിച്ചേർന്നു, ഇവിടെ വലിയ കമ്പനിയിലാണ് ജോലി, ഞാനിവിടെ അർബാബിൻ്റെ ഹൂറിയായ മകളോടൊപ്പമാണ് സഞ്ചരിക്കുന്നത് എന്നൊക്കെ പറയുന്നത്. അത് മലയാളി എല്ലാ കാലത്തും കേരളത്തിനോട് പറഞ്ഞിരുന്ന കള്ളത്തിൻ്റെ പ്രതിഫലനമാണ്. മലയാളി അവിടെ പോയി എത്ര കഷ്ടപ്പാട് അനുഭവിച്ചാലും പിറ്റേന്ന് തിരിച്ചു വരും, ഗൾഫിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അവൻ പുതിയ പാൻറ്റും പുതിയ ഷൂസും ഒക്കെ ഇട്ട് ഇവിടെ വന്ന് 555 സിഗരറ്റും ഒക്കെ വലിച്ച് അവൻ ഒരു കള്ളം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ എൻ്റെ മനസ്സിൽ അന്നേ ഉണ്ട്. ഈ കള്ളം നമ്മൾ അങ്ങനെയല്ല യഥാർത്ഥ റിയൽ ലൈഫ് എന്നൊക്കെ പറയും. ഇതിനെ പക്ഷേ എങ്ങനെ ചെയ്യുമെന്നുള്ളിടത്താണ് നമ്മൾ നജീബിനെ കൊണ്ട്. അതുകൊണ്ട് നജീബിൻ്റെ ജീവിതത്തെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് എൻ്റെ പ്രശ്നമേ അല്ല. നജീബിൻ്റെ ജീവിതത്തിൽ നിന്ന് അതിൻ്റെ ആടുകൾ വളർത്തൽ, അത് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ മൈഗ്രേഷൻ ആൻഡ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു സാധനത്തെയാണ് നമ്മൾ ആ നോവലിൽ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത്. അവിടേക്ക് നമ്മൾ ഈ സാധനത്തെ ഇറക്കി വെക്കുക മാത്രമാണ്. അതുകൊണ്ട് നജീബിൻ്റെ ജീവിതത്തോട് എത്ര നീതി പുലർത്തി എന്നുള്ളതല്ല, അതിനേക്കാൾ ഉപരിയായി അതിനകത്ത് പറയുന്ന ഓരോ സെൻറ്റൻസും എൻ്റെ ആത്മഭാഷണങ്ങളാണ്. ഞാനാണ് അതിനകത്ത് പറയുന്നതല്ല. നജീബ് എന്നോട് പറഞ്ഞ വാക്കുകൾ എടുത്ത് ഞാൻ ഉദ്ധരിക്കുകയല്ല. നജീബ് എന്താണ് എന്നോട് പറഞ്ഞതെന്നുള്ളത് പറഞ്ഞത്. നജീബിൻ്റെ ഇൻസിഡൻസ് അവിടെ ഉണ്ടാവും. നജീബ് അവിടെ പോകുന്നു, അല്ലെങ്കിൽ ഒരാൾ തട്ടിക്കൊണ്ട് പോകുന്നു, അവിടെയാണ് വെള്ളം കൊണ്ടുവരുന്ന ആളുണ്ട്. ഇതൊന്നും എനിക്ക് പക്ഷേ മസറയുമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് അറിയാം എന്ന് മാത്രമേ, അയാളിൽ നിന്ന് അറിഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അയാൾ സംസാരിക്കുന്ന അത്രയും ഞാൻ എന്നോട് സംസാരിക്കുന്ന വാക്കുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. അതുകൊണ്ട് അതിനകത്തെ ഓരോ വരിയും എടുത്ത് നോക്കിയാൽ അതിനകത്ത് നജീബ് വളരെ കുറവും, ബാക്കിയെല്ലാം ബെന്യാമിനും എൻ്റെ ഭാവനയും ഞാൻ കണ്ടിട്ടുള്ള മനുഷ്യരും ഞാൻ കേട്ടറിഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ്. അത് ഏതൊരു കൃതിയും അങ്ങനെയാണ്. നിങ്ങൾ എവിടെ ചെന്ന് നോക്കിയാലും ഏത് ഇൻസിഡൻറ്റിനെ വെച്ചുണ്ടാക്കിയാലും അത് വളരെ കുറച്ച് മാത്രമേ അതിൻ്റെ റിയൽ ഇൻസിഡൻറ്റ് ഉണ്ടാവും. അതൊരു സ്കെൽറ്റൻ മാത്രമാണ് ഇതിനെ പിടിച്ചു നിർത്തുന്ന ഒരു ബലമുള്ള. അതേസമയത്ത് അതിനെ നമുക്ക് ഉപേക്ഷിക്കാനും പറ്റില്ല, അതില്ല എന്ന് പറയാൻ പറ്റില്ല. നജീബ് ഇല്ലെങ്കിൽ എനിക്ക് മസറയുടെ ജീവിതത്തെ സംബന്ധിച്ച് വലിയ കാര്യങ്ങൾ അറിയാതെ പോകുമായിരുന്നു. എസ്കേപ്പിനെ സംബന്ധിച്ച് ഒക്കെയുള്ള കാര്യങ്ങൾ അറിയാതെ പോകുമായിരുന്നു. അതിനുശേഷം ഇപ്പം ഈവൻ മരുഭൂമിയെ സംബന്ധിച്ച്, നജീബ് മരുഭൂമിയെ സംബന്ധിച്ച് വളരെ പരിമിതമായ അറിവ് മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. ഞാൻ മരുഭൂമിയെ സംബന്ധിച്ച് എന്തെല്ലാം പുസ്തകങ്ങൾ അതിനകത്ത് വായിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യനെന്ന് പറയുന്നതേ അയാളുടെ അനുഭവം, അയാളുടെ ജീവിതാനുഭവം, പിന്നെ അയാളുടെ വായനാനുഭവം, പിന്നെ അയാളുടെ ഭാവന, ഇത് മൂന്നും കൂടി ചേർന്നാണ് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു സാധനത്തെ ഇടക്കി മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ ശൂന്യനായ ആളായിപ്പോകും. നമ്മുടെ വായനാനുഭവങ്ങളെ മാറ്റി നിർത്തിയിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി നമ്മൾ ആരാണെന്ന്. ഇതെല്ലാം കൂടി ചേർന്നതാണ് നമ്മുടെ അറിവെന്ന് പറയുന്നത്. അങ്ങനെ മരുഭൂമി, ഇപ്പം അതിനകത്ത് ഈ പല്ലിയെ കാണുന്ന ഒരു ഇൻസിഡൻ്റ് ഉണ്ട്. അത് സിനിമയിലും വന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ആ പല്ലിയെ കാണുമ്പോഴാണ് അവിടെ വെള്ളമുണ്ടെന്ന്. ഞാൻ അമേരിക്കയിലുള്ള ഒരാൾ മരുഭൂമിയെക്കുറിച്ച് എഴുതിയിട്ടുള്ള
അമേരിക്കൻ മരുഭൂമിയെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു പുസ്തകത്തിൽ നിന്ന് കിട്ടിയ ഒരു ഇൻസിഡൻ്റാണത്. അത് നജീബ് പറഞ്ഞതല്ല, ഒരു അറബ് പുസ്തകത്തിലും അതില്ല. പക്ഷേ അല്ല, ഇബ്രാഹിം ഖാദരി എന്ന് പറയുന്ന ക്യാരക്ടർ എന്നെങ്കിൽ നജീബിൻ്റെ കഥയിൽ യഥാർത്ഥത്തിൽ ഒരു മഹാരാഷ്ട്രക്കാരനാണ്. യഥാർത്ഥത്തിൽ നജീബിനെ അവിടുന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നത്. പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് ഒരു ആഫ്രിക്കനാക്കി വെക്കുന്നതെന്ന് വെച്ചാൽ, മരുഭൂമിയിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ആ മരുഭൂമിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ മരുഭൂമിയെ സംബന്ധിച്ച് അത്രയും ധാരണയുള്ള ഒരു മനുഷ്യന് മാത്രമേ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ. ഇപ്പം തന്നെ ഈ 2 ആഴ്ച മുമ്പ് കണ്ട് ഒരു വലിയ ബ്ലോഗർ അതിന് മരുഭൂമിയിൽ പോയിട്ട് മരിച്ചതിൻ്റെ ഒരു വലിയ വാർത്ത വന്നു. അറബി രാജ്യത്തെ ഒരു വലിയ പ്രശസ്തരായ ബ്ലോഗറാണ്. മരുഭൂമിയിൽ പോയിട്ട് വഴിതെറ്റി മരിച്ചു എന്ന് പറഞ്ഞ വാർത്ത. മരുഭൂമിയിൽ പോയാൽ അവിടെ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് അത്രയും മരുഭൂമിയെക്കുറിച്ച് ധാരണയുള്ള ഒരാൾക്ക് മാത്രമേ രക്ഷപ്പെടൂ. അതുകൊണ്ടാണ് ഞാൻ ആഫ്രിക്കനായ സഹാറ മരുഭൂമിയെക്കുറിച്ച് ബോധ്യമുള്ള ഇതിനു മുമ്പ് പറയുന്ന ഒരു ആഫ്രിക്കനായ ഇബ്രാഹിം ഖാദരി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറെ കൊണ്ടുവന്നു. ഈ ഇബ്രാഹിം ഖാദരി എന്ന പേര് പോലും ബാബു ഭരദ്വാജിൻ്റെ പ്രവാസത്തിൻ്റെ കുറിപ്പുകൾ എന്ന് പറയുന്ന പുസ്തകത്തിനകത്തുള്ള ഒരു പേരാണ്. അപ്പം ഞാൻ പറയുന്നില്ല, ഇങ്ങനെ പല സാധനങ്ങൾ നമ്മൾ പലയിടത്തു നിന്ന് എടുത്തിട്ടാണ് ഒരു ക്യാരക്ടർ ഇടാറ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നജീബ് വളരെ കുറച്ചേ ഉള്ളൂ, അതിനകത്ത് 30% എന്നൊക്കെ പറയുന്നത് തന്നെ കൂടുതലാണ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. പക്ഷേ അതേ ഒരു സ്കെൽട്ടൻ എന്ന നിലയിൽ, അതിൻ്റെ ഒരു എല്ലുറപ്പ് എന്ന നിലയിൽ നജീബ് ഉണ്ട് എന്ന കാര്യം നമ്മൾ അംഗീകരിക്കുകയും വേണം. അത് അയാളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു നീതിയായിട്ടാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് അതിനെ എൻ്റെ ഭാവനയായി മാത്രം നിങ്ങൾ കരുതിയാൽ മതി. താങ്ക് യു. The answer was actually, he was trying to say, it was not about Najib's life story. It was like Najib became the factor to write the story. He's only become the skeleton of that story. It is more of his talking to himself and his ideology and his knowledge about the deserts and all those things. And he was indicating lot of, like, part of the novel, how he acquired that knowledge from different books and different lives of people, which he happened to know. So it is not about Najib, and there is no importance of asking like that question, like how he could give the justice to the life of the Najib. Najib become the important skeleton. We can't avoid him, but it's not about Najib. It's more of his travel. Yeah, also the Malayalis who we have a culture of going to the Gulf countries from years back and all. So he knew that how each character, and he has depicted that characters and their characteristics in their life and everything in that. So it is actually the compilation of all of his readings, knowledge, stories, and people around him. Much better. Movie is something else from the book. There are 3 portions. As he asked, this is Najib life is there. Then another version with with book, and another version with movie. All are entirely different. We cannot say that movie should be same as book, or book is same as Najib story. All are adapted versions. Film is adapted version of book, that's all. We cannot implement everything, we can show everything from the book. It may need maybe another 6-hour, 8-hour movie. We need to show everything. And another main thing, so many people were asking about the thing that the book is focused on, as I told earlier, migration and adaptation. But film is focused on the escape. In the book, you can see that Najib is surrendered completely to the situation. He surrendered and he living there for many years. But in the film, he is not surrendering at all. He was trying to escape each moment. There are so many escape trying is there in the film, and at the last he is escaped. This is the main difference between the book and the film. That is the Blessing's version of the book. That's all. Yeah. Yeah, that's. എന്തെങ്കിലും ചോദ്യം? അല്ല, കമ്മ്യൂണിസവും സ്പിരിച്വാലിറ്റിയും ഒക്കെ വളരെ ചർച്ചാ വിഷയമായ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇതാണ്. അപ്പോൾ വളരെ ദുർഘടാവസ്ഥ ജീവിതത്തിലുണ്ടാകുമ്പോൾ പിന്നെ ദൈവത്തിൽ അഭയം തേടുന്ന
അതൊരു മനഃശാസ്ത്രപരമായിട്ടുള്ളൊരു ഘടകം. അതുപോലെ തന്നെ നജീബിൻ്റെ മാനസിക പരിവർത്തനം, അത് ശ്രീ ബെന്യാമിൻ എത്ര ഹൃദയസ്പർശിയായി അവതരിപ്പിച്ചു എന്നുള്ളതാണ് റീഡേഴ്സിനെ സംബന്ധിച്ച് ഒരു ഘടകം റീഡേഴ്സിനെ സംബന്ധിച്ചിടം ആ ബുക്ക് വളരെ ഇഷ്ടപ്പെടുന്നതെന്നാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം പറഞ്ഞ കാര്യം, ഇപ്പോൾ നമ്മളിപ്പോൾ വേറെ ഒരു ജീവിക്കുന്ന ഇടം, നമ്മൾ ജനിച്ച് വളർന്ന ഇടം തന്നെയാണ് ഒരു മനുഷ്യന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലമായിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് മാറിയുള്ള ജീവിതം അവരുടെ സാംസ്കാരിക സ്വത്വ നഷ്ടത്തിന് കാരണമാകും. അപ്പോൾ അതിപ്പോൾ ഭാഷയായാലും പിന്നെ കൾച്ചർ എന്ന് പറയുമ്പോൾ എല്ലാ ഭക്ഷണ രീതിയാകാം, വസ്ത്രധാരണ, ഇതെല്ലാം ആകാം. അപ്പോൾ അതെങ്ങനെ അതുമായിട്ട് പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്നു എന്നുള്ള ആ അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന വാക്കുകൊണ്ട് തന്നെ. പിന്നെ അദ്ദേഹം പറഞ്ഞ സിദ്ധാന്തപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളിപ്പോൾ ഏത് നോവലിനെ എടുത്ത് അക്കാദമിക് തല സിദ്ധാന്തവൽക്കരണം ഒരു സാധാരണ ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിക്ഷണൽ റിയലിസം എന്നൊക്കെ പറഞ്ഞ ഈ നോവൽ മലയാളത്തിലെ ആദ്യത്തെ ഫിക്ഷണൽ റിയലിസം കൊണ്ടുവന്ന നോവലാന്നൊക്കെ പറഞ്ഞൊക്കെ ഒരു നിരൂപകരൊക്കെ പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞെന്നുള്ളത്. കമ്മ്യൂണിസവും സ്പിരിച്വാലിറ്റിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആടുജീവിതത്തിലല്ല, പിന്നെ നമ്മുടെ മാന്തളിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങളിൽ വളരെ ആഴത്തിൽ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ യഥാർത്ഥത്തിൽ എന്താണ് നടന്നതെന്ന്. ഇപ്പോൾ മുമ്പേ പറഞ്ഞതുപോലെ വിമോചന ദൈവശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഞങ്ങൾ ആ നോവലൊന്ന് വായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് സഭയും പാർട്ടിയും തമ്മിലുണ്ടായിരുന്ന കൊടുക്കുവാങ്ങലുകളോ കോൺഫ്ലിക്റ്റോ ഒക്കെ സംബന്ധിച്ച് ഒരു ദേശത്ത് നടന്ന കാര്യങ്ങളെക്കുറിച്ചാണ് മാന്തളിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങളിൽ പറയുന്നത്. അതിൻ്റെ ഏറ്റവും മനോഹരമായ വേർഷനായിരുന്നു വിമോചന ദൈവശാസ്ത്രം എന്നാണ് ഞാൻ പറഞ്ഞത്. ലാറ്റിൻ അമേരിക്കയിലൊക്കെ വലിയ രീതിയിൽ ആഞ്ഞടിക്കുകയും അതിൻ്റെ ഒരു ചെറിയ പോർഷൻ തിരുവല്ല കേന്ദ്രീകരിച്ച് ഈ ചെങ്ങന്നൂരൊക്കെ കേന്ദ്രീകരിച്ച് ദീർഘകാലം ഉണ്ടാവുകയും അതേസമയത്ത് ഒരേപോലെ അതിനെ സഭയും പാർട്ടിയും ഭീതിയോടുകൂടി കാണുകയും രണ്ടുപേരും അതിനെ കൈയൊഴിയുകയും ചെയ്തു എന്നുള്ളതാണ്. ഇത് തമ്മിൽ എങ്ങനെ ചേർന്ന് പോകും എന്നുള്ളത് രണ്ടുപേരും മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ സഭ എന്ന് പറയുന്നത് ഞാൻ ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ചാണ് പറയുന്നത്, സ്പിരിച്വാലിറ്റിയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ക്രിസ്ത്യാനിറ്റി മുന്നോട്ട് വെച്ചതും എന്നെങ്കിൽ കമ്മ്യൂണിസം മുന്നോട്ട് വെച്ചതും പാവപ്പെട്ടവൻ്റെ വിമോചനം എന്ന് പറയുന്നൊരു സാധനമാണ്. ഈ പാവപ്പെട്ടവൻ്റെ വിമോചനം രണ്ടുപേർക്കും സാധിച്ചില്ല എന്നുള്ളത് വേറെ കാര്യം, പക്ഷേ മുന്നോട്ട് വെച്ച് അതുകൊണ്ട് ഇത് രണ്ടുപേർക്കും ഒന്നിച്ച് പറ്റാവുന്ന ഇടങ്ങളുണ്ടോ എന്നുള്ളതാണ് ലിബറേഷൻ തിയോളജി മുന്നോട്ട് വെച്ച ആശയം. പറ്റുമായിരുന്നു എന്ന് ലാറ്റിൻ അമേരിക്കയിലൊക്കെ കുറച്ചു കാലം തെളിയിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം അത് പിന്മാറി. അപ്പം സ്വാഭാവികമായിട്ടും ആ കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റു നോവലുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു എന്ന് മാത്രമേ ഉള്ളൂ. സാറേ, പിന്നെ ഇപ്പോൾ ചില പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആ വായന കഴിഞ്ഞ് നമ്മളത് വേട്ടയാടും. അതേപോലെ സാർക്ക് ഏതെങ്കിലും പുസ്തകം എഴുതിയതിന് ശേഷം അത് പിന്നെ ഹോണ്ട് ചെയ്ത് ഇത്രയും കാലം വ്യത്യസ്തമായ പുസ്തകങ്ങൾ എഴുതിയാണ്, പക്ഷേ ഇപ്പോഴും ചില കഥാപാത്രങ്ങളായിട്ട് മാറുകയും ഭാവനയിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ തോന്നുകയും ചെയ്യുന്ന അല്ലെങ്കിൽ വേട്ടയാടുകയും ചെയ്യുന്ന ഏതെങ്കിലും കഥാപാത്രങ്ങൾ, ഏതെങ്കിലും പുസ്തകം അതിന് ശേഷം നമ്മൾ കരഞ്ഞു പോവുകയോ അല്ലെങ്കിൽ വേറെ രീതിയിൽ അനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്ത പുസ്തകങ്ങളുണ്ടോ എന്ന് വെച്ചാൽ? സാധാരണ നമ്മൾ ഒരു നോവൽ എഴുതി കഴിഞ്ഞാൽ പിന്നെ അതിനെ ഉപേക്ഷിച്ച് അടുത്തടുത്തേക്ക് പോകാമെന്നുള്ളതാണ്. നമ്മൾ അതിൽ ഇങ്ങനെ ഹോണ്ട് ചെയ്ത് കിടന്നാൽ പിന്നെ നമുക്ക് പുതിയ ക്യാരക്ടേഴ്സിനെ അന്വേഷിച്ച് പോകാനോ അതിലൊരു ത്രില്ല് ഉണ്ടാക്കാനോ കഴിയില്ല. എങ്കിൽ പോലും എഴുതിയ നോവലുകളിൽ എന്നെ ഏറ്റവും ഹോണ്ട് ചെയ്യുന്നത് മാന്തളിൻ്റെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ തന്നെയാണ്. അതിനകത്തെ മോഹൻ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ മരണം ആണ് അതിനകത്തെ കഥ പറയുന്ന പയ്യൻ്റെ മരണം എന്നെ വല്ലാതെ ഹോണ്ട് ചെയ്തിട്ടുള്ള ഒരു അനുഭവം ആയിട്ടുണ്ട്. അപ്പം അത് കാരണം ആ നോവലാണ് എൻ്റെ ജീവിതവുമായി, എൻ്റെ ബാല്യവുമായി, എൻ്റെ കൗമാരവുമായി ഏറ്റവും അധികം അടുത്ത് നിൽക്കുന്ന ഒരു നോവലെന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനോടൊരു ഭയങ്കരമായ ഒരു ഇഷ്ടമുണ്ട്. അത് വായിക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ചെറിയ സങ്കടമൊക്കെ ഉണ്ട്. എഴുതുമ്പം കോൺഫ്ലിക്റ്റ് ഇല്ല. നമ്മൾ ആസ്വദിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുകയുള്ളൂ. നമ്മൾ എഴുതുന്ന നിമിഷത്തിൽ നമ്മൾ ഇത് നല്ലതാണ്, ഇത് കൊള്ളാം, ഇത് ഭയങ്കരമായിട്ട് എന്നെ തൃപ്തിപ്പെടുത്തി. നമ്മുടെ ഇത്രയും കാലത്തെ ഒരു 10-25 വർഷത്തെ വായനയെ നമ്മൾ താരതമ്യം ചെയ്തുകൊണ്ടേയിരിക്കുക. എല്ലാ വായനക്കാരും അങ്ങനെയാണ്. നമ്മൾ വായിക്കുന്ന ഓരോ പുസ്തകവും നമ്മൾ അറിഞ്ഞാതെ നമ്മുടെ ബ്രെയിനിലുള്ളിൽ ഈ താരതമ്യം നടത്തിക്കൊണ്ടിരിക്കുകയും ഒരു ഘട്ടത്തിൽ വെച്ച് നമ്മൾ തീരുമാനിക്കുകയാണ് ഞാൻ വായിച്ചതിനേക്കാൾ നല്ലതാണ്, ഇത് കൊള്ളാം എന്ന് തോന്നുമ്പോഴാണ് നമുക്കത് ആ പുസ്തകത്തെ കൂടെ നടക്കാൻ തോന്നുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആ പുസ്തകം മാറ്റി വെച്ചിട്ട് നമ്മൾ വേറെ എവിടെയെങ്കിലും പോകും, ഇഷ്ടപ്പെടില്ല. എഴുതുമ്പോഴും ഈ പ്രശ്നമുണ്ട്. നമ്മൾ ഇന്നോളം എഴുതിയിട്ടുള്ള ഇതോളം വായിച്ചിട്ടുള്ള എല്ലാ സാധനത്തേക്കാളും നല്ലതാണ് ഈ ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു ഭാഗം എന്ന തോന്നലിൽ നിന്നാണ് നമ്മളത് എഴുതുന്നത്. ആ താരതമ്യം എപ്പോഴും ഉണ്ട്. മതി. നോ പോയം.
nothing. No, I am in a comfort zone. I am experiencing so many forms inside the novel itself, but I am not. Tarayans is another experimental novel, but I am not that much confidence to try in drama or even to screenplay. I wrote one screenplay, Christie, for Aadujivitham. Blissy himself wrote, but I am not that much confidence to write. Playing inside the novel is more happier place for me. That's why. The first question was, he asked like, did you get haunted by any characters written by you? And he was like answering, it was in Mandalalle, a character called Mohan from Mandalalle, 20 communist Varshangal. So his death and all these things haunted him for such long time. That was the most haunted character for his life. ഒരു ചോദ്യം, ഇപ്പം സിനിമ എഴുതുമ്പോഴാണെങ്കിൽ സിനിമയുടെ ഇത്ര മിനിറ്റിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ ഇൻ്റർവൽ ടൈമിൽ ഒരു പഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഹാഫ് ടൈം ആളുകൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമെന്ന് ആലോചിച്ച് സിനിമയുടെ സ്ക്രിപ്റ്റുകൾ എഴുതാറുണ്ട്. അതുപോലെ തന്നെ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ വായനക്കാരൻ്റെ പെർസ്പെക്റ്റീവും കൂടെ ചിന്തിച്ചിട്ട് ഇവിടെ ഇത് കൊടുത്താൽ നന്നായിരിക്കും, ആശയം കുറച്ചും കൂടി കൺവേ ചെയ്യപ്പെടുമെന്ന് എഴുത്തുകാരൻ്റെ പെർസ്പെക്റ്റീവിന് അപ്പുറത്തേക്ക് വായനക്കാരനെ പറ്റി കൂടി ചിന്തിച്ചിട്ട് എഴുതുന്നതാണോ, അതോ എഴുത്തുകാരൻ്റെ ആശയം അതേപോലെ സ്പൂൺ ഫീഡ് ചെയ്ത് കൊടുക്കാൻ ഇതിൽ ഏത് കൈൻഡ് ഓഫ് റൈറ്റിംഗ് ആണ് ബെന്യാമിൻ എന്നുള്ള എഴുത്തുകാരൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ആടുജീവിതം സിനിമയായി കഴിഞ്ഞപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ അതിൽ ഏതെങ്കിലും പ്രസക്തമായൊരു നോവലിലെ ഭാഗം നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ ഇതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരിക്കുമായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഭാഗമുണ്ടോ? The question was like, he was asking, normally in the film script there was like till interval, after the interval there should be a punch and all, so they write the script like that. So is there any writing style in his novel writing and all? And the second question was, did he feel any scene of the from the movie, did he feel like any scene from the novel could be included in the movie or omitted or something? ആദ്യത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഓരോ നിമിഷം എഴുതുമ്പോഴും നമ്മളുടെ വായനക്കാരൻ അത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ മുന്നോട്ട് നയിക്കാൻ പറ്റിയ എന്തുണ്ട് എന്നുള്ളതാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ചാപ്റ്റർ അവസാനിപ്പിക്കുമ്പോൾ അടുത്ത ചാപ്റ്റർ വായിപ്പിക്കാൻ വേണ്ടി എന്തുണ്ട് എന്നുള്ളൊരു അന്വേഷണം നമ്മുടെ മുമ്പിലുണ്ട്. എഴുതുമ്പോൾ അതുകൊണ്ട് നിശ്ചയമായിട്ട് അത് വായനക്കാരൻ എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും അജ്ഞാതനായ വായനക്കാരനല്ല, ഞാൻ തന്നെ ഉള്ള എന്നെ വായനക്കാരനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എന്തുണ്ട് എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ട് ചോദിക്കും. നമ്മുടെ ഈ ലോകത്ത് നമുക്ക് ഓരോ സമയവും വേറെ എന്തെല്ലാം പണികൾ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു പുസ്തകം കയ്യിലെടുക്കുമ്പോൾ തന്നെ പല മെസ്സേജ് വരും, അതൊന്ന് നോക്കണമെന്ന് തോന്നും, സ്ക്രീൻ സ്പേസ് നമുക്കുണ്ട്. അതിലേക്കൊക്കെ നമ്മളെ ഇങ്ങനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ഈ പുസ്തകത്തിൽ പിടിച്ചിടുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് എൻഗേജിങ് ആക്കി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് എൻ്റെ തന്നെ വായനക്കാരനെ തൃപ്തിപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതുണ്ട്. എല്ലാ ചാപ്റ്ററിലും പഞ്ച് ലൈൻ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സിനിമയിൽ ഇൻ്റർവെല്ലിന് മാത്രമാണെങ്കിൽ എല്ലാ ചാപ്റ്ററിലും ഇത് വേണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അടുത്ത ചാപ്റ്ററിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനുള്ള ഒരു എന്തെങ്കിലും ഒരു കണക്റ്റ് സാധനം ഉണ്ടാവണം. അവിടെയാണ് ആ നോവൽ, ആ ചാപ്റ്റർ അവസാനിപ്പിക്കുന്നത്. പലപ്പോഴും അങ്ങനെയാണ്, ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കാം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ആ ഒരു നിമിഷത്തിലാണ്. സിനിമയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നോവൽ എഴുതിയ ഇത്രയും പോർഷൻസ് ഇല്ലല്ലോ. ഇപ്പോൾ എല്ലാവരും പരാതി പറഞ്ഞൊരു കാര്യം, മസറ പോർഷൻസ് വളരെ കുറവാണ്, അല്ലെങ്കിൽ നബീലുമായി ഉള്ള കണക്ഷൻ അതിനകത്തൊട്ടും വന്നിട്ടില്ല എന്നുള്ളതാണ്. ആടുകളുമായിട്ടൊന്നും കണക്ഷൻസ് വരുന്നില്ല എന്നുള്ളൊരു സാധനമുണ്ട്. അത് ഒന്ന് എന്നെങ്കിലും അത് മുമ്പേ പറഞ്ഞതുപോലെ ഒരു സംവിധായകൻ്റെ വേർഷനാണ് എന്നുള്ളതൊരു കാര്യം. രണ്ട്, ഞങ്ങൾ ഷൂട്ട് ചെയ്തതിൽ ഏതാണ്ട് 1 മണിക്കൂറോളം സാധനങ്ങൾ പടത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. മൊത്തം പടം 3:55 ഉണ്ടായിരുന്നു ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ, നമുക്ക് 2:55 കുറയ്ക്കേണ്ടി വന്നു. അത് ആ പോർഷൻസാണ്, മസറയിലെ പോർഷൻസാണ് കളഞ്ഞത്. അതുകൊണ്ടാണ് എനിക്കും അല്ലെങ്കിൽ അങ്ങനെ ധാരാളം വായനക്കാർക്കും തോന്നിയത് ഈ അവിടെ വന്നിറങ്ങിയിട്ട് ആടുകളുമായി കണക്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളൊരു തോന്നൽ. അതുകൊണ്ടാണ് ആ യാത്രയയപ്പ് സമയത്തൊക്കെ നമുക്ക് ഫീൽ ചെയ്യാത്തത്. പക്ഷേ ബുക്ക് വായിക്കുമ്പം, ഞാൻ ബുക്കിനെ ഇതായി പറയില്ല, ബുക്ക് വായിക്കുമ്പം ആടുകളോട് യാത്ര ചെയ്യുമ്പം നമുക്ക് തന്നെ വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടാകും. കാരണം അത്രയും നാൾ ഇയാൾ ഈ ആടുകളോടൊപ്പം ചേരുകയും ജീവിക്കുകയും അവർക്ക് പേരിട്ട് വിളിക്കുകയും ഒക്കെ ചെയ്തെന്ന്
പിരിഞ്ഞു പോകുമ്പോൾ ഉള്ള ഒരു ഫീൽ സിനിമയിൽ വരാത്തത് ഈ കണക്ഷൻ പോർഷൻസ് ഇല്ലാത്തത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് കുറച്ചുകൂടെ ഞാനിപ്പം പേഴ്സണലി ഞാനായിരുന്നു ഡയറക്ടറെങ്കിൽ ആ പോർഷൻസ് ഇച്ചിരൂടെ വെച്ചിട്ട് മരുഭൂമിയിലെ ആ ഓട്ട സീൻ കുറച്ച് കളയുമായിരുന്നു. വളരെ ലോങ് 2-3 പാട്ടിൻ്റെയൊക്കെ ഇതിലുണ്ടല്ലോ. അതൊക്കെ സംവിധായകൻ്റെ തീരുമാനമാണ്, അദ്ദേഹത്തിന് വിട്ടുകൊടുത്തതാണ് നമ്മൾ. അതെന്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഓരോ സിനിമ നിർമ്മിക്കാം എന്നുള്ളതാണ് നമ്മുടെ ആലോചന. അതാണല്ലോ വായനയുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. The answer for the first question was like, of course, like films, there will be punchlines in the each chapters of the novel also, but he will always try to search something which is satisfying the reader in himself first. So it will be a punchline in novel also. And regarding the vomiting of some portions of novel in cinema, he was telling some like portions which is like emitted in cinema from the novel was like the relation, the connection with the gods with this character, and it was like so emotional, and we could not feel the emotion in the film because it was not much more evident in the film. It has to omit due to a lot of reasons. By they have shooted very much rushes and all. Finally they have to cut it down little bit and all, and it is ultimately the director's perspective and all. So it's like nothing. Some people who have read that novel has felt it. He has also felt it, but it is a movie, and it should be the perception of the director too. So it's like that. Yeah, we have to direct cinemas to conceive it in the full of its form actually. Yeah. അപ്പം ഏതാണ്ട് ആർക്കും താല്പര്യമില്ല നിർത്താനെന്നറിയാം. പക്ഷേ എഴുത്തുകാരന് പോകേണ്ടതായുണ്ട്. പിന്നെ നമ്മുടെ വിശപ്പിനെയൊക്കെ അടക്കുന്നതായിരുന്നു ഈ ഇവിടെ നടന്ന ചർച്ച എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വളരെ മനോഹരമായി എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പോൾ നമുക്കിങ്ങനെ ഒരു കൃതി തന്നതിന് ഹൃദയം നിറഞ്ഞ്, ഇവിടെ വന്നതിനല്ല, ഇങ്ങനെ ഒരു കൃതി ഞങ്ങൾക്ക് തന്നതിന്, മലയാളത്തിന് ഇങ്ങനെ ഒരു ഇതിഹാസതുല്യമായ ഒരു രചനയിലൂടെ മലയാളത്തെ ലോകത്തിന് മുന്നിൽ അടയാളപ്പെടുത്തിയതിന്. ഇതിഹാസം എന്നാൽ ഈ ധർമാർത്ഥ കാമമോക്ഷാണ ഉപദേശ സമന്വിതം പൂർവവൃത്തം കഥായുക്തം എന്നാണ്. ചെറിയ എന്തോ ഒരു തന്തു എടുത്തിട്ട് അതിനെ കഥയാക്കുന്നതാണ്. ശരിക്കും ഇത് ഇതിഹാസമായിരുന്നു. ഒരു ചെറിയ കഥയുടെ തന്തു എടുത്തിട്ട്, അല്ല ഒരു വൃത്തം എടുത്തിട്ട്, ഒരു ഹിസ്റ്ററി എടുത്തിട്ട്, ഒരു ചരിത്രം എടുത്തിട്ട് അതിനെ വലിയൊരു കഥയാക്കി പരിവർത്തനം ചെയ്ത് അവതരിപ്പിക്കുക. അപ്പോൾ അങ്ങനെ അവതരിപ്പിച്ച് ഒരു ഇതിഹാസത്തെ മലയാളത്തിലേക്ക് തന്നതിന് ഹൃദയം നിറഞ്ഞ നന്ദി ഇവിടെ കൂടിയവരുടെ പേരിൽ, മലയാളത്തിൻ്റെ പേരിലൊക്കെ എഴുത്തുകാരന് സമർപ്പിക്കുകയാണ്. ഒരു കൺക്ലൂഷൻ വാക്ക് പറഞ്ഞു നിർത്താം. ഒത്തിരി സന്തോഷം. വീണ്ടും വീണ്ടും ആടുജീവിതത്തെക്കുറിച്ചാണ് സംസാരിച്ചതെങ്കിൽ പോലും പുതിയ രീതിയിൽ സംസാരിക്കാൻ പറ്റിയെന്നുള്ളതാണ്. ഞാൻ എന്നും ചോദിക്കുന്ന ചോദ്യങ്ങളല്ലാതെ വ്യത്യസ്തമായ ചോദ്യങ്ങളും ഒക്കെ ഉണ്ട്. അതാണ് നമുക്കൊരു He is feeling so happy because he is having discussions regarding RDG with him. But from here, this is like some special questions, some different questions, different perspectives have come from the audience, and he is extremely happy about it. Thank you very much. See you again for the next year. Thank you.